എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോരിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോരിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ. തമ്പുരാന്റെ തിരുവചനമോർക്കവേ പോലാകവേ, തമ്പുരാന്റെ തിരുവചനമോർക്കവേ പോലാകവേ. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ പാടി വീഴാതോടുവാൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ പാടി വീഴാതോടുവാൻ. തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു നാം, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു നാം. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം ഒരിക്കൽ കൂടെ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിത ഉപവാസ പ്രാർത്ഥനയുടെ ഈ 17ാമത്തെ പകൽ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാർ, അനുഗ്രഹിത ദൈവമക്കൾ, മറ്റ് കർത്തൃദാസന്മാർ, ഉപവാസത്തിൽ ഈ സഭയോട് സഹകരിച്ചായിരിക്കുന്ന പല സഭയിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, ദീർഘ ഉപവാസത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും ശുശ്രൂഷയ്ക്കായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഹാലിലെ ശുശ്രൂഷയുടെ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ മാത്യു തിരുവല്ല, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കായും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഈ പകൽക്കാലവും വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും തുടർന്നും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ നമ്മെ നടത്തിയ ദൈവം ഇന്നും നമ്മെ നടത്തും, മേലാലും നടത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഇന്ന് പകൽക്കാലം ആ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. എത്രയെത്ര അനുഭവങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്. എത്രയെത്ര വിഷയങ്ങൾ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പലതിലും നാം ഒടുങ്ങിപ്പോകുമെന്ന് ഒരുപക്ഷെ ഉള്ളം പറഞ്ഞ സ്ഥാനത്ത്, പിശാച് വന്ന് മന്ത്രിച്ച സ്ഥാനത്ത് അതല്ല ഇനിയുമുണ്ട് ഓടുവാൻ എന്ന് പറഞ്ഞ് നമുക്ക് വാഗ്ദത്തം തന്ന ഒരു നല്ല കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ മധ്യയിലുണ്ട്.
ആ വിശ്വാസമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആ വിശ്വാസം വർദ്ധിക്കട്ടെ. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ദൈവം തന്ന എല്ലാ സൗഖ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നമ്മെ സൗഖ്യമാക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ വഴി നടത്തട്ടെ. ഇന്ന് പ്രഭാതത്തിൽ വളരെ പ്രാർത്ഥനയോടെ തുടർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ജോൺ മാത്യു പാസ്റ്ററിനെ എനിക്ക് ചില വർഷങ്ങളായി പരിചയമുണ്ട്. ഞാനിരുന്ന സഭയിൽ പ്രത്യേകിച്ച് 4-ാം ചരലിൽ 1-2 പ്രാവശ്യം കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുക്കൂട്ടുതറയിൽ ആയിരുന്ന വേളയിലാണ്, ഇപ്പോഴും അവിടെയാണ്, തിരുവല്ലയിലാണ് ഇപ്പോഴും കർത്താവിൻ്റെ ദാസൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തക്ക സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുവാനിടയായി. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് എൻ്റെ ഉള്ളത്തോട് സംസാരിക്കണമേ എന്ന്, എൻ്റെ സാഹചര്യത്തോട് സംസാരിക്കണമേ എന്ന്, എൻ്റെ മനോനിലയോട് സംസാരിക്കണമേ എന്ന്. ഹല്ലേലൂയ. എൻ്റെ രോഗവിഷയത്തോട് സംസാരിക്കണമേ എന്ന്. ഹല്ലേലൂയ. ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തോട് സംസാരിക്കണമേ എന്ന് ഹൃദയംഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മോട് ഹൃദ്യമായി ഇടപെടുന്ന ഒരു ദൈവമാണ്. വചനം അയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. വചനമാണ് ആഴത്തിൽ സ്പർശിക്കുന്നത്. വചനമാണ് വിടുതലിന് കാരണമാകുന്നത്. ആ വചനം ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുവാൻ നമുക്ക് വേണ്ടുന്ന മുന്നോട്ട് പോകേണ്ടുന്ന വഴി, ആലോചനകൾ ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ കർത്തൃദാസിലൂടെ നമുക്ക് നിശ്ചയമായും പരിശുദ്ധാത്മാവ് തരുവാനിടയാകും. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും തുടർന്നുള്ള സമയങ്ങളിൽ കർത്തൃപാദപീഠത്തിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ വളരെ ആദരവോടെ തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ ധന്യതിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഒരു കൂട്ടം വിശുദ്ധന്മാർ ഈ പട്ടണത്തിലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ഇടയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നിയോഗിക്കപ്പെട്ട ബഹുമാനീയനും ആദരണമായിരിക്കുന്ന കർത്താവ്ദാസൻ കോശി പാസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കാണുവാനും പരിചയപ്പെടുവാനും ഒരുമിച്ച് കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ, സംഗീതാരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ യുവജനങ്ങൾ, അപ്പോൾ തന്നെ വളരെ പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടെ ദീർഘദിവസങ്ങൾ രട്ടിലും വെണ്ണിലും ഇരുന്ന് ഉപവാസത്താലും പ്രാർത്ഥനയാലുമായിരിക്കുന്ന വിശുദ്ധന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. PMG ചർച്ചിനോടുള്ള ബന്ധത്തിൽ പല ചർച്ചകളിൽ പോയി ദൈവവചനം പങ്കിടുവാൻ നിങ്ങളെക്കാട്ടിൽ ഒത്തിരി ചെറിയവനായി എനിക്ക് കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹറിലുള്ള കർത്താവിൻ്റെ ദാസന് ജോസ് പാസ്റ്റർ മുഖാന്തരമാണ് PMB ചർച്ചുമായിട്ട് ഒരു അഭേദ്യ ബന്ധം പുലർത്തുവാൻ കർത്താവ് ഇടയാക്കിയത്. ബഹ്റിൻ ചർച്ചിലുള്ള മിക്കവാറും എല്ലാ കൂട്ടായ്മകളിലും എനിക്ക് ദൈവവചനം പങ്കുവെക്കാൻ കർത്താവ് ഇടയാക്കുന്നുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അവിടെയും 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണല്ലോ. സഭയോടുള്ള ബന്ധത്തിൽ ദൈവം സംസാരിക്കാനുള്ള അവസരം കർത്താവ് എനിക്ക് ഒരുക്കി തരുന്നുണ്ട്. എൻ്റെ ഒരു ഇളയ സഹോദരനെ പോലെ വളരെ പ്രിയപ്പെട്ടവനാണ് കർത്താവിൽ ബഹുമാനീയനായ ജോസ് പാസ്റ്റർ. കഴിഞ്ഞ സന്ധ്യാസമയം എൻ്റെ മാതാവ് ഫോണിൽ ബന്ധപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ഉറപ്പുള്ള ദൈവ മക്കൾ ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. ഒരു കരവും താത്തിടരുത്, ആരും താത്തിടരുത്. ഇന്ന് പകൽ ഞാൻ ഇവിടെ ഉയരരുത്, നിങ്ങൾ ഇവിടെ ഉയരരുത്. ഇവിടെ ഉയരാനായി ഒരാൾ ഇതിൻ്റെ അകത്ത് തേജസ് വാരി ഉടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആത്മക്കണ്ണുള്ളവൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് തുറന്ന്, മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ വെള്ളോന് സദൃശനായ ആ നല്ല നാഥന്റെ തേജസ്സുള്ള ശരീരം ഇന്ന് രാവിലെ ദർശിക്കുന്ന ദൈവമക്കൾ അല്പസമയം സ്തോത്രം ചെയ്ത് ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. സ്തോത്രത്തിന്റെ ശബ്ദം ഇന്ന് രാവിലെ ഈ ആലയത്തിൽ മുഴങ്ങട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ. ഇതിന്റെ അകത്ത് ചലിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. എത്ര പേർ ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവർ പരിസരം മറന്ന് അല്പസമയം
ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ദൈവജനം ഒരുമിച്ച് ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കാൻ പോവുക, ചിലരുടെ മനസ്സിന്റെ മുറിവുകളെ നാഥൻ ഇന്ന് രാവിലെ വെച്ച് കെട്ടാൻ പോവുക. ഭാരമേറിയ ചില വിഷയമായി കടന്നു വന്നിരിക്കുന്ന ജനത്തെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് തൊടാൻ പോവുക. ചലിക്കുന്ന ഒരു തലം, ആരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തലം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. വാത്സല്യതയും മക്കളെ, സ്തോത്രത്തിന്റെ ശക്തി ഇന്ന് പകൽ ദൈവജനം മനസ്സിലാക്കണം. ഇടതടവില്ലാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ദൈവസഭ തിരുവല്ലയ്ക്കടുത്ത് തോട്ടഭാഗം എന്ന് പറയുന്നൊരു സഭയാണ്. ഏകദേശം 100-ലധികം വർഷം ആ സഭയായിട്ട്. അന്ന് ദൈവത്തെ ആരാധിച്ച ദൈവമക്കളൊന്നും ഇന്ന് ഭൂമിയുടെ മുഖത്തില്ല. അന്ന് അവിടുന്ന് ഒരു സുവിശേഷകൻ ഡൽഹിയിലേക്ക് കടന്നുപോയി. സ്തോത്രം. അക്കാലത്തും ഇന്നും അദ്ദേഹം പെന്തക്കോസ്ത് ചരിത്രത്തിൽ അറിയുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബഹുമാനത്തോടെ ആളുകൾ വിളിക്കുന്ന ഡൽഹിയിലപ്പച്ചൻ എന്നാണ്. സ്തോത്രം. ഡൽഹി പട്ടണത്തിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സുവിശേഷത്തിൻ്റെ വിത്ത് വിതച്ച മാന്യ പ്രിയപ്പെട്ടവൻ. നിങ്ങൾ അറിയാതെ ഇരിക്കുകയാണെങ്കിൽ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ വലിയ പ്രശ്നത്തിൽ കൂടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മുൻപോട്ട് കടന്നു പോകുമ്പോൾ ആ ഇന്ദിരാഗാന്ധിയുടെ കാതിൽ മുഴങ്ങിയൊരു ശബ്ദം, ദൈവമക്കളെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കണം എന്ന് തനിക്കൊരു തോന്നലുണ്ടായപ്പോൾ ഈ ഡൽഹിയിൽ അപ്പച്ചനെയും തൻ്റെ വിശ്വാസികളെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഭവനത്തിൽ വിളിച്ചു വരുത്തി അന്ന് ആ ഇന്ദിരാഗാന്ധിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒരു ദൈവവചനമൊക്കെ കൊടുത്തൊരു ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. അതിനുവേണ്ടി ദൈവം കണ്ടത് ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരു പിതാവിനെയായിരുന്നു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. അദ്ദേഹവും ഒരു കൂട്ടം വിശുദ്ധന്മാരും ദൈവമക്കളും കൂടെ പഞ്ചാബിൽ കർത്താവിൻ്റെ മഹത്വകരമായ വേലയ്ക്ക് വേണ്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ കിലോമീറ്റർ കണക്കിന് വിജനമായൊരു സ്ഥലമാണ്. ആളുകൾ അന്നില്ല, പാടശേഖരങ്ങൾ മാത്രമുള്ളൊരു സ്ഥലം. അന്ന് റോഡിൽ കൂടെ ധാരാളം വണ്ടികൾ പോകുമെങ്കിലും വിജനമായൊരു സ്ഥലമാണ്. കൊള്ളയും കൊലപാതകവും നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വിജനമായ സ്ഥലത്ത് താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാൻ പെട്ടെന്ന് കേടായി. പെട്ടെന്ന് ഡ്രൈവർ ഇറങ്ങി നോക്കിയപ്പോൾ വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടി. സ്തോത്രം. ഡ്രൈവർ വന്ന് പറഞ്ഞു, ഇവിടെ അടുത്തെങ്ങും വർക്ക്ഷോപ്പില്ല, ഇനി ഇവിടെ നിൽക്കുന്നത് വളരെ പ്രയാസമാണ്, അപകടം നിറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മളായിരിക്കുന്നത്, ഇവിടെ വണ്ടി നിർത്തി നമ്മളെ സഹായിക്കാൻ ആരുമില്ല. മറ്റ് തൻ്റെ കൂടെയുള്ള സുവിശേഷകരൊക്കെ വണ്ടിക്കകത്ത് കയറി അഭയം പ്രാപിച്ചു. എന്തു സംഭവിക്കുമെന്നറിയത്തില്ല. നേരം വെളുത്ത് കിലോമീറ്റർ പോയി യാത്ര ചെയ്താൽ മാത്രമേ ഈ വണ്ടിയുടെ ഒരു മെക്കാനിക്കിനെ വിളിച്ചു കൊണ്ടുവന്ന് ഫാൻ ബെൽറ്റ് മാറാനായിട്ടൊക്കത്തുള്ളൂ. ഈ ഡൽഹിയിൽ അപ്പച്ചൻ ചെയ്ത ഒരു പ്രത്യേക തലം, താൻ പുറത്തിറങ്ങി വാഹനത്തിന് ചുറ്റും സ്തോത്രം പറയാൻ തുടങ്ങി. സ്തോത്രം. മണിക്കൂർ കണക്കിന് വണ്ടിക്ക് ഇങ്ങനെ ചുറ്റി സ്തോത്രം സ്തോത്രം സ്തോത്രം. താൻ പുറത്തിറങ്ങിയപ്പോൾ അകത്തുള്ള യുവസുവിശേഷകരെല്ലാം നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങി. സ്തോത്രം. മണിക്കൂർ കണക്കിന് ഈ വാഹനത്തിൽ ഇങ്ങനെ വലം വെച്ച് താൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. ഇങ്ങനെ സ്തോത്രം പറഞ്ഞപ്പോൾ അനേക വാഹനങ്ങൾ അതിലേക്ക് കടന്നുപോയി. സ്തോത്രം. പക്ഷെ വലിയൊരു ലോറി വന്ന് ഈ പിതാവിൻ്റെ അടുത്ത് നിർത്തി. സ്തോത്രം. എന്നിട്ട് ചോദിച്ചു, എന്തോ പറ്റി? സ്തോത്രം. ഈ ഡൽഹിയിലപ്പച്ചെന്ന് പറഞ്ഞ ഈ വാത്സല്യ പിതാവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന സ്ഥലം വരെ പോകണം, ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഫാൻ ബെൽറ്റ് പൊട്ടി, ഇനി പിറ്റേ ദിവസമേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ, അപകടം നിറഞ്ഞൊരു സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ സ്തോത്രം പറഞ്ഞെന്നാണ് ഉള്ളത് പറഞ്ഞു. സ്തോത്രം. ഈ ലോറി ഡ്രൈവർ പെട്ടെന്ന് പറഞ്ഞു, അപ്പച്ചാ ഈ വണ്ടി നിറച്ച് പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന വാഹനങ്ങളുടെ ഫാൻ ബെൽറ്റുകളാണ്. സ്തോത്രം. ഒരു ട്രക്ക് നിറച്ച് ഫാൻ ബെൽറ്റുകളാണ്. സ്തോത്രം. ആവശ്യത്തിന് എടുത്തോളാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഒരു വണ്ടി നിറച്ച് ഫാൻ ബെൽറ്റ് പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിത്തലക്കൽ ദൈവഭാസന് കൊടുത്തെങ്കിൽ സ്തോത്രത്തിൻ്റെ ശക്തി എത്ര വലുതാ. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രതികൂലമല്ല, വലുത് ദൈവ സാന്നിധ്യമാ. സ്തോത്രം. എത്ര പേർ ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞു
തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ രോഗമല്ല വലുത്, ഇതിൻ്റെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം. നിങ്ങളുടെ പ്രശ്നമല്ല വലുത്, ഇതിൻ്റെ അകത്ത് ആഗതനായിരിക്കുന്ന ദൈവ സാന്നിധ്യം. ഉറപ്പുള്ള ദൈവമക്കളെ കരകളെ ഉയർത്തി അല്പസമയങ്ങൾ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ട് സ്തോത്രത്തിന്റെ ശക്തി വലുതാ. എത്ര പേർ ഇന്ന് രാവിലെ തിരിച്ചറിയുന്നുണ്ട് സ്തോത്രത്തിന്റെ ശക്തി വലുതാ, സ്തോത്രത്തിന്റെ ശക്തി വലുതാ, സ്തോത്രത്തിന്റെ ശക്തി വലുതാ. അതരങ്ങൾ തുറന്ന് സ്തോത്രം ചെയ്താട്ട്, അതരങ്ങൾ തുറന്ന് സ്തോത്രം ചെയ്താട്ട് ഇന്ന് രാവിലെ നാം ഒരുമിച്ച് ദൈവത്തിന് അല്പസമയം മഹത്വം കൊടുക്കാൻ പോകുക. അതിവേഗം ചലിക്കുന്ന, അതിവേഗം വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിന്റെ അകത്ത് സംജാതമാകുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് പകൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൈവവചന ചിന്തയിലേക്ക് പ്രാരംഭമായി ഇറങ്ങാൻ പോവുക. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നന്നായി ജനത്തോട് സംസാരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ച അതേ ദൈവത്തിൻ്റെ തലം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തമഗീതം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഇന്ന് പകലിലും ഇന്ന് വൈകിട്ടും നാം ഈ തിരുവചനം ചിന്തിക്കുന്നതായിരിക്കും. ഉത്തമഗീതം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നോരിവൾ ആർ. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ഇവൾ ആർ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ തിരുവചനമാ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ ദൈവത്തിൻ്റെ വചനം കാണാതെ അറിയാം. സ്തോത്രം. ഉത്തമഗീതത്തിൽ നിന്ന് ഒത്തിരി സന്ദേശങ്ങളൊന്നും വേർപെട്ട ദൈവമക്കൾ കേൾക്കാറില്ല. അതൊരു കഥ പോലെയും കാവ്യം പോലെയും ഒക്കെ നിൽക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. എങ്കിലും ഇന്ന് പകൽക്കാലം ഈ പുസ്തകം, ഈ അധ്യായം, ഈ വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനായി ഒരുമിച്ച് നമുക്ക് ദൈവസല്ലായിരിക്കാം. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരി വരുന്ന ഇവൾ ആർ. സ്തോത്രം. ഒരു ചോദ്യമായി, ഇവളാരാ? 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 രാത്രി നമ്മൾ ഇവളാരാ എന്നുള്ള കാര്യം ചിന്തിക്കും. അതിനു മുമ്പ് ഈ വേദഭാഗത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് കയറാം. സ്തോത്രം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യാത്ര മരുഭൂമിയിൽ കൂടെയാ. സ്തോത്രം. കഷ്ടതയിൽ കൂടെയാ, വേദനയിൽ കൂടെയാ, സങ്കടത്തിൽ കൂടെയാ, പ്രതിസന്ധിയിൽ കൂടെയാ. ഇതിൻ്റെ അകത്ത് ഈ മൈക്രോഫോൺ 1 മിനിറ്റ് സാക്ഷി പറയാൻ നിങ്ങളുടെ കയ്യിലേക്കൊന്ന് തന്നാൽ അതിൻ്റെ അകത്ത് 90% ഉപയോഗിക്കുന്ന വാക്ക് കഷ്ടതയുടെ വാക്കാ. അതിൻ്റെ അർത്ഥം ദൈവമക്കൾ യാത്ര ചെയ്യുന്നത് മരുഭൂമിയിൽ കൂടെയാ. സ്തോത്രം. എന്തുകൊണ്ടാ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തിട്ടും, എന്തുകൊണ്ടാ ചൂടേറിയ അനുഭവത്തിൽ കൂടെ യാത്ര ചെയ്തിട്ടും ഒരു ഭക്തൻ തളർന്നു പോകാത്തത്, ഒരു ഭക്തൻ ക്ഷീണിച്ചു പോകാത്തത്? ദൈനംദിന ജീവിതത്തിൽ പ്രശ്ന നിബിഡിതമായ അന്തരീക്ഷത്തിൽ കൂടെ കടന്നുപോയിട്ടും, വേദനയിൽ കൂടെ കടന്നുപോയിട്ടും, കഷ്ടതയിൽ കൂടെ കടന്നുപോയിട്ടും ഒരു ഭക്തൻ ഈ മരുഭൂമിയിൽ കൂടെ തളർന്നു പോകാത്തതിന്റെ കാര്യമെന്താ? ഉത്തരം ഒന്നേ ഉള്ളൂ. മരുഭൂമിയിൽ നിനക്ക് ചാരാൻ ഒരു പ്രിയൻ ഉണ്ട്. ഇന്ന് രാവിലെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മരുഭൂമിയിൽ ഭക്തനെ നീ ഒറ്റയ്ക്കല്ല, മരുഭൂമിയിൽ ഭക്തനെ നീ തനിച്ചല്ല, മരുഭൂമിയിൽ ഭക്തനെ നീ ഏകനായിട്ടല്ല. ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കാട്ട്. അവിടെ നിനക്ക് ചാരാൻ, അവിടെ നിനക്ക് ആശ്രയിക്കാൻ, അവിടെ അഭയം പ്രാപിക്കാൻ നല്ലൊരു പ്രാണപ്രിയനുണ്ട്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് മരുഭൂമിയിൽ കൂടെ പ്രിയന്റെ മേൽ ചാരി വരുന്ന ഇവളാ. എത്ര സന്ദർഭങ്ങളിൽ PMG ചർച്ചിലുള്ള ഭക്തന്മാരെ ഒതുങ്ങിപ്പോകേണ്ടതായിരുന്നു, കാലയമുനയ്ക്കുള്ളിൽ മാറിപ്പോകേണ്ടതായിരുന്നു, ഇടുങ്ങിയ ശവക്കുഴിയിലേക്ക് മാറ്റപ്പെടേണ്ടതായിരുന്നു. എന്തുകൊണ്ട് മാറിപ്പോയില്ല? എന്തുകൊണ്ട് നീങ്ങിപ്പോയില്ല? മരണം എന്തുകൊണ്ട് വീട്ടിൽ വന്നില്ല? എന്തുകൊണ്ട് കിടക്കമേലായില്ല? ഉത്തരം ഒന്നേ ഉള്ളൂ. കഷ്ടതയ്ക്കകത്ത് എനിക്ക് ചാരാൻ ഒരു പ്രിയൻ ഉണ്ട്. ഇന്ന് പകൽ ഉറപ്പുള്ള ദൈവമക്കൾ അടങ്ങാതെ ആവേശത്തോടുകൂടെ ഒരുമിച്ച് അല്പസമയം സ്തോത്രം ചെയ്താട്ട്. മരുഭൂമിയിൽ ഒരു പ്രിയനുണ്ട്, മരുഭൂമിയിൽ ഒരു പ്രിയനുണ്ട്. നിന്നെ തനിച്ചാക്കി വിടുന്നവനല്ല, നിന്നെ ഏകനാക്കി വിടുന്നവനല്ല, നിന്നെ ഒറ്റയ്ക്കാക്കി വിടുന്നവനല്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ വചനം ഇവിടെ ദൈവസഭയ്ക്ക് കൈമാറുമ്പോൾ പ്രിയന്റെ പക്കൽ നിന്നുള്ള ഒരു ദൈവിക വിടുതൽ, പ്രിയന്റെ പക്കൽ നിന്നുള്ള ഒരു ആശ്വാസത്തിന്റെ തലം ഇന്ന് രാവിലെ ദൈവമക്കളുടെ മധ്യത്തിൽ അവിടുന്ന് സംജാതമാകട്ടെ.
ഈ 17-ാമത്തെ പകൽ ദൈവസഭയ്ക്ക് ഒരു ദൂത് കൈമാറുകയാ. ഭക്തനെ നീ ഒറ്റയ്ക്കല്ല, ഭക്തനെ നീ തനിച്ചല്ല, ഭക്തനെ നീ ഏകനല്ല. നിന്നോടൊപ്പം നിൽക്ക, നിന്റെ കൂടെ നിൽക്ക, മാർവിൽ ചാര, നിനക്കൊരു പ്രിയനുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം. അതുകൊണ്ട് ഈ 17-ാമത്തെ പകൽ ആരെങ്കിലും ക്ഷീണിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഭാരപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും സങ്കടപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യം പ്രാപിച്ച് ഈ ആലയത്തിന് പുറത്തു പോകാമോ? ഇന്നത്തെ രാവിലത്തെ സെക്ഷൻ കഴിയുമ്പോൾ കൃപ പ്രാപിച്ച് മടങ്ങിപ്പോകണം. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഏകനല്ല, ഞാൻ തനിച്ചല്ല. ഏതു സമയത്ത് ചാരുവാൻ എനിക്ക് നല്ല ഒരു പ്രിയൻ ഉണ്ട്. താങ്ക് യു ജീസസ്. അത്ര ഈ വാക്യം നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആഴമായി പതിയേണ്ടത്, എനിക്ക് മരുഭൂമിയുണ്ട്. ഉണ്ടോ? എനിക്ക് പ്രയാസമുണ്ടെന്നേ. കഷ്ടതയില്ലാത്തൊരു ക്രിസ്ത്യ ജീവിതം നമുക്കില്ലല്ലോ, വേദനയില്ലാത്തൊരു ക്രിസ്ത്യ ജീവിതം നമുക്കില്ലല്ലോ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ഒരു ദേവദാസനാണ് ഞാൻ. ഞങ്ങളുടെ കൺവെൻഷൻ ഇന്നലെ ജനറൽ കൺവെൻഷൻ കഴിഞ്ഞത്. കേരളത്തിലെ വേർപെട്ട ദൈവമക്കളുടെ ആദ്യം നടക്കുന്ന ജനറൽ കൺവെൻഷൻ ഞങ്ങളുടെയാണ്. കഴിഞ്ഞ ഒരാഴ്ച അതുമായിട്ടുള്ള ബന്ധത്തിലുള്ള തിരക്കായിരുന്നു. ഈ പ്രാവശ്യം ദേവദാസന്മാർ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത വിഷയം അതിഗംഭീരമായൊരു വിഷയമായിരുന്നു. ദൈവദിനത്തിലൊരു വാക്യമാണ് ആ തീമായിട്ടെടുത്തത്. നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ, ഒന്ന് സ്തോത്രം പറഞ്ഞേ, ഉണ്ടെങ്കിൽ കയറാം. സ്തോത്രം. അത്ര ഇന്ന് പകൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നുമുണ്ട്, ദൈവമക്കൾ പ്രതിസന്ധികളുണ്ട്, ദൈവമക്കൾക്ക് വലിയ പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ അവിടം കൊണ്ട് മാത്രം തീരുന്ന ഒരു ക്രിസ്ത്യ ജീവിതമല്ല. ചാരുവാൻ ഒരു പ്രിയനും ഉണ്ട്. സ്തോത്രം. ചാരുവാൻ ഒരിടം ഉണ്ട്, ചാരുവാൻ ഒരിടം ഉണ്ട്. സ്തോത്രം. അത്ര ഈ മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരിയാൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ദൈവമക്കളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകാം. സ്തോത്രം. മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരിയാൽ പ്രിയൻ നിന്നെ തള്ളിക്കളയത്തില്ല, പ്രിയൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, പ്രിയൻ നിന്നെ മാർവോട് അടച്ച് വഴി കാണിക്കുന്ന ഒരു പ്രിയനുണ്ട്. സ്തോത്രം. അന്നേരം ഈ മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരിയാൽ എന്താ സംഭവിക്കുന്നത്? 107-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന മുഴുവൻ വാക്യത്തിനും തെളിവ് സഹിതം തന്നുകൊണ്ടാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. 107-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. അടുത്തത്, പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തി. മരുഭൂമിയിൽ ഉഴന്നു നടക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഉഴന്നു നടക്കുക. അവിടെ കൊണ്ട് തീർന്ന പാർപ്പാൻ ഒരു പട്ടണം അവർ എന്ത് ചെയ്തില്ല? കണ്ടില്ല. അടുത്ത വാക്യങ്ങൾ. അടുത്തതേ, പാർപ്പാൻ ഒരു പട്ടണം, ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അടുത്തത്, അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു. അടുത്ത വിശന്നു ദാഹിച്ചു. ഓക്കെ, മരുഭൂമിയിൽ ഉഴലുന്നു. മരുഭൂമിയിൽ പാർപ്പാൻ ഒരു പട്ടണം കാണുന്നില്ല. മരുഭൂമിയിൽ അവർ വിശക്കുന്നു, മരുഭൂമിയിൽ അവർ ദാഹിക്കുന്നു. പ്രശ്നം കണ്ടോ? മരുഭൂമി ഈസി അല്ല, മരുഭൂമി എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമല്ല. മരുഭൂമിക്കകത്തെ പ്രശ്നം വലുതാ. ഉഴന്നു നടക്കുക, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും അടയപ്പെട്ട വാതിലുകൾ. ഇന്ന് രാവിലെ ഈ ദൈവാത്മാവിൽ ഈ ദൂത് പങ്കുവെക്കുമ്പോൾ ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വിവേചിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ട് പോയാലും അടയപ്പെട്ട ഒരു വാതിൽ, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് അറിയത്തില്ല. ലക്ഷ്യസ്ഥാനത്തേക്കാണ് ഇറങ്ങിയത്, പക്ഷെ ഇതുവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. ആ ഉഴന്നു നടക്കുകയാ. വിദ്യാഭ്യാസമുണ്ട്, തൊഴിലറിയാം, പക്ഷെ ഉഴന്നു നടക്കുകയാ. എങ്ങോട്ട് പോകണമെന്ന് അറിയുന്നില്ല. ഇടത്തോട്ട് പോകണമോ, വലത്തോട്ട് പോകണമോ, മുന്നോട്ട് പോകണമോ, പുറകോട്ട് പോകണമോ? ഉഴന്നു നടക്കുക. ഭക്തനെ, നിന്റെ മരുഭൂമിയാ ഇത്. അവർ വിശന്നും അവർ ദാഹിച്ചും കൊണ്ട് മുന്നോട്ട് പോകുക. ഈ വലിയ പ്രതിസന്ധിക്കകത്ത് അടുത്ത വാക്യം എങ്ങനെയാ? അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് എന്ത് ചെയ്യുന്നറിയാമോ? മരുഭൂമിക്കകത്ത് നിലവിളിക്കുന്ന ഭക്തന് ഉത്തരമുണ്ട്. എത്ര പേർക്ക് ആമീൻ പറയാൻ കഴിയും? മരുഭൂമിക്കകത്ത് കരയുന്ന ഭക്തന് വിടുതലുണ്ട്. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, ദൈവം അവരുടെ നിലവിളി കേട്ടു. കേട്ടപ്പോൾ എന്താ സംഭവിച്ചത്?
ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ചു. ഒന്ന് കരകളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. മരുഭൂമിക്കകത്തൊരു ഭക്തൻ കരയുക. കരഞ്ഞത് ദൈവം കേട്ടപ്പോൾ ഉത്തരവുമായി ദൈവം വന്നു. അവൻ അവരുടെ ഞെരുക്കത്തിന് വിടുവിച്ചു. എന്ന് രാവിലെ എത്ര പേർ ഈ ദൂത് ഒരുമിച്ച് ഏറ്റെടുത്ത് സ്തോത്രം പറയാൻ കഴിയും? നിന്റെ ഞെരുക്കം മാറ്റുന്ന ഒരു കർത്താവുണ്ട്. മരുഭൂമിയുടെ ഏകാന്തതയിൽ നിന്റെ ഞെരുക്കത്തിൽ നീ ദൈവത്തോട് വിളിക്കുമ്പോൾ ഞെരുക്കത്തിന് വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. അവിടെ കൊണ്ട് ആ വാക്യം അവസാനിച്ചില്ല. അടുത്ത വാക്യം എങ്ങനെയാ? വായിച്ചാട്ടെ. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന്. നമ്മൾ ആദ്യം വായിച്ചത് എങ്ങനെയാ? ഉഴന്നു നടന്നു. പാർപ്പാൻ തക്ക ഒരു പട്ടണം എന്ത് ചെയ്തില്ല? എന്റെ കൂടെ ഉണ്ടോ ദൈവമക്കൾ? പക്ഷെ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവര് ചൊവ്വേയുള്ള വഴിയിൽ. ആദ്യത്തെ വാക്ക് നിങ്ങൾ കേട്ടായിരുന്നു. ഉഴന്നു നടക്കുന്നവൻ, വഴിയില്ലാതെ നടക്കുന്നവൻ, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഏത് പട്ടണത്തിലേക്ക് പോകണമെന്ന് അറിയത്തില്ല. വിശപ്പുണ്ട്, ദാഹമുണ്ട്, പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ മരുഭൂമിയുടെ ഏകാന്തതയ്ക്കകത്ത് ഭക്തൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവരുടെ കഷ്ടതയ്ക്കകത്ത് ഉത്തരമല്ല. ഇതെങ്ങനെയാണെന്നറിയാമോ? അവരുടെ ഞെരുക്കത്തിന് അങ്ങ് വിടുവിച്ചു. ഇന്ന് രാവിലെ ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. അവിടെ കൊണ്ട് വരുന്നില്ല. അവൻ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ എന്ത് ചെയ്യുന്നറിയാമോ? ചൊവ്വേയുള്ള വഴിയിൽ നടത്തി. മുമ്പേ പാർക്കാൻ ഒരു പട്ടണം ഇല്ലായിരുന്നു. പക്ഷെ കരഞ്ഞപ്പോൾ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അതെന്തറിയാമോ? നീ പാർക്കേണ്ട സ്ഥലത്തേക്കുള്ള വഴി ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? എൻ്റെ കൂടെ ഉണ്ടോ ദൈവമക്കൾ? പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വേയുള്ള വഴി. മരുഭൂമിക്കകത്തൊരു വഴി സ്വർഗം വെട്ടി. അതേത് വഴിയാണെന്നറിയാമോ? നീ എവിടെ പാർക്കണം? നിന്റെ തലമുറ എവിടെ പാർക്കണം? നിന്റെ പ്രിയപ്പെട്ടവർ എവിടെ പാർക്കണം? കഴിഞ്ഞ നാളുകൾ ഉഴന്നു നടന്നില്ലേ? എങ്ങോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെട്ടില്ലേ? കഴിഞ്ഞ നാളുകൾ സങ്കടപ്പെട്ടില്ലേ? എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നീ ഭാരപ്പെട്ടപ്പോ ദൈവസന്നിധി വിളിച്ചപ്പോൾ ദൈവം മരുഭൂമിയിൽ ഒരു വഴി തുറന്നു. ഇന്ന് രാവിലെ ഈ ദൂത് ദൈവസഭയ്ക്ക് കൈമാറാൻ പോകുക. ചില വഴികൾ ഈ ദിവസങ്ങളിൽ ദൈവം തുറക്കും. അത് നിന്റെ കണ്ണുനീരിന്റെ മുൻപില്ല, അത് നിന്റെ കരച്ചിലിന്റെ മുൻപില്ല. ഉറപ്പുള്ള ദൈവമക്കൾ കരകളെ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാച് അടച്ചു വെച്ച ചില വഴികൾ ഈ ദിവസങ്ങളിൽ തുറക്കട്ടെ. പാരമ്പര്യം അടച്ചു വെച്ച, പൗരോഹിത്യങ്ങൾ അടച്ചു വെച്ച, അസൂയയുടെ കണ്ണുകൊണ്ട് അടച്ചു വെച്ച ചില വഴികൾ ഇന്ന് രാവിലെ ദൂതിന്റെ മുൻപിൽ മരുഭൂമിയിൽ ഉഴന്നു നടന്നപ്പോൾ ദൈവം ഒരു വഴി വെട്ടി. ആ വഴി എവിടെ ചെന്ന് അവസാനിപ്പിച്ചെന്നറിയാമോ? നീ ചെല്ലേണ്ട പട്ടണത്തിൽ വരെ ആ വഴി തുറന്നു. സ്തോത്രം. ഇന്ന് രാവിലെ 17ാമത്തെ ദിവസം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇതിന്റെ മധ്യത്തിൽ ദൈവം ഒരു വഴി തുറക്കും. ഇതിന്റെ മധ്യത്തിൽ ദൈവം ഒരു വഴി തുറക്കും. ഇതിന്റെ മധ്യത്തിൽ ദൈവം ഒരു വഴി തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനൊരു വഴിയുണ്ട്, ദൈവത്തിനൊരു വഴിയുണ്ട്. എന്നോടൊപ്പം കരകളെ ഉയർത്തി ഒരുമിച്ച് പറ, ദൈവത്തിനൊരു വഴിയുണ്ട്. അത് പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് വിശ്വാസത്തിന്റെ കരകൾ ഉയർത്തി ഉറക്കെ പറ, ദൈവത്തിനൊരു വഴിയുണ്ട്. ഇന്നിന്റെ ഉഴൽച്ചകൾ മാറും, ഇന്നിന്റെ തകർച്ചകൾ മാറും. മരുഭൂമിയിൽ എനിക്കൊരു പ്രിയനുണ്ട്, അവന്റെ മാർവിൽ ചാരുന്നെങ്കിൽ മരുഭൂമിയിൽ എനിക്കൊരു പാതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കാനുള്ളതല്ല, വചനം കേൾക്കാനുള്ളതേ അല്ല, വചനം വിശ്വസിക്കാനുള്ളതാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കേട്ടുപോകരുത്, കേട്ടുപോകരുത്. കേൾക്കാനുള്ളതല്ല, വചനം കേൾക്കാനുള്ളതല്ല. നാളെ നടക്കുന്ന ഇലക്ഷനെ കുറിച്ച് നിങ്ങൾക്കതിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ അറിഞ്ഞ് കേട്ടിട്ടുണ്ട്. വാർത്തകൾ കേൾക്കാനുള്ളതാ, തിരുവചനം കേൾക്കാനുള്ളതല്ല, അത് വിശ്വസിക്കാനുള്ളതാ. ഇന്ന് പകൽ ഈ വചനം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ വചനം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വഴി തുറക്കും, വഴി തുറക്കും, വഴി തുറക്കും. എൻ്റെ ദൈവം എനിക്ക് വഴി തുറക്കും. എൻ്റെ ദൈവം എനിക്ക് മരുഭൂമിയിൽ വഴി തുറക്കും. എവിടെ താമസിക്കണം
ചെയ്യണമെന്ന് ദൈവമാ ഉദ്ദേശിക്കുന്നത്, പദ്ധതി ഒരുക്കുന്ന ദൈവമാ. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നീ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അന്നേരം ഈ അടയപ്പെട്ട വഴിയെ ദൈവം ചൊവ്വയുള്ള വഴിയാക്കി, നല്ല വഴിയാക്കി. വാക്യം അങ്ങനെ അവിടെ എഴുതിക്കുന്നത്, പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അന്നേരം അടയപ്പെട്ട വഴി നേരെയാക്കി. അടയപ്പെട്ട വഴി സ്വർഗം തുറന്നു. അടയപ്പെട്ട വഴിക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു. എത്ര പേർ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ട് ദൈവം ചില വഴികൾ തുറക്കും? സ്തോത്രം. ദൈവത്തിന് 3 തരത്തിലുള്ള വഴികളുണ്ട്. ദൈവത്തിന് 3 തരത്തിലുള്ള വഴികളുണ്ട്. ദൈവത്തിന് 3. ഒന്ന്, ദൈവത്തിന് കരയിൽ കൂടുള്ള വഴിയുണ്ട്. അതാ ഈ വഴി. സ്തോത്രം. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലെ വഴിയാണ് കേട്ടോ. സ്തോത്രം. കരയിൽ കൂടുള്ള വഴി നമുക്കറിയാമല്ലോ. ഇസ്രായേൽ മക്കളെ ചുറ്റിച്ച് 40 വർഷത്തോളം ദൈവം നടത്തി. സ്തോത്രം. ദൈവം പ്ലാൻ ചെയ്ത വഴി കൂടെ മാത്രമാണ് ഇസ്രായേൽ മക്കൾ പോയത്. സ്തോത്രം. എങ്ങോട്ടും വഴി തെറ്റിപ്പോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഇവർക്കൊരു വഴി തുറന്നു. അതിൻ്റെ ദൈർഘ്യം 40 വർഷമാണ്. സ്തോത്രം. ദൈവം ഒരുക്കുന്ന വഴിയിൽ കൂടെ ഇസ്രായേൽ മക്കൾ നടന്നത്. അത് മരുഭൂമിയിൽ കൂടെയാണ് നടന്നത്. രണ്ടാമത്തെ ഭാഗം, ഒന്ന്, കരയിൽ കൂടെ ദൈവം വഴി ഒരുക്കും. സ്തോത്രം. അതിനകത്ത് കഷ്ടതയുണ്ട്, അതിനകത്ത് വേദനയുണ്ട്, അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു നാഥനുണ്ട്. സ്തോത്രം. രണ്ടാമത് ദൈവം വഴി ഒരുക്കുന്നത് വെള്ളത്തിൽ ദൈവം വഴി ഒരുക്കും. സ്തോത്രം. വെള്ളത്തിൽ ദൈവം വഴി ഒരുക്കും. ഇസ്രായേൽ മക്കൾ ഇറങ്ങി തിരിച്ചു. സ്തോത്രം. ചെങ്കണ്ട കരയിൽ വന്നപ്പോൾ സ്തോത്രം അവരെല്ലാം പറഞ്ഞു, കഴിഞ്ഞു, തീർന്നു, വഴിയെല്ലാം അടയപ്പെട്ടു, ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ചെങ്കടൽ കൊണ്ട് യാത്ര അവസാനിച്ചു. ഇനി ഒരു ചുവട് വെച്ചാൽ അത് ചെങ്കടലില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ ഭക്തനായ മോശയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ ഞങ്ങളെ കൊല്ലാനാ കൊണ്ടുവന്നത്, ഇവിടെ ശവക്കുഴി വെട്ടി ഞങ്ങളെ അടക്കാനാ കൊണ്ടുവന്നത്. മോശയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ മോശ ദൈവത്തോട് കരഞ്ഞു. സ്തോത്രം. സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. ഭക്തനായ മോശ കരഞ്ഞപ്പോൾ ദൈവം സമുദ്രത്തിൽ ഒരു വഴി തുറന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് ദൈവസഭയ്ക്കകത്ത് കൈമാറുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു തിരുവചനം തരുന്നുണ്ട്. അതെങ്ങനെയാ? രാത്രി ഭക്തൻ കരയുന്നു. ഭക്തൻ കരയുമ്പോൾ 2 കാര്യം സംഭവിക്കുന്നു. ഒന്ന്, നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേൽ സൈന്യത്തിന്റെ മുൻപിൽ പോയ ദൂതൻ അവിടുന്ന് മാറിയിട്ട് മിസ്രൈമ്യ സൈന്യവും ഇസ്രായേൽ മക്കളും തമ്മിൽ അടുക്കാതെ വണ്ണം അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാ, ദൈവമേ വഴിയടഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകളെയും കൂടി ഞാൻ വിളിച്ചിറക്കി, ഈ ജനമെല്ലാം എന്നെ നേരെ വിരൽ ചൂണ്ടുകയാ, ഇവിടം കൊണ്ട് അസ്തമിച്ചു പോയോ എന്ന് ഒരു ഭക്തൻ കരയുമ്പോൾ ഹല്ലേലൂയ, മുൻപിൽ പോയ ദൂതൻ ഇസ്രായേൽ മക്കൾക്കും മിസ്രൈമ്യ സൈന്യവും തമ്മിലടുക്കാതെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ഒരു ദൂത് ദൈവസഭയ്ക്ക് കൈമാറാ. നിനക്കും ശത്രുവിനുമിടയിൽ ഇറങ്ങി വരുന്ന ഒരു ദൂതൻ ഉണ്ട്. സ്തോത്രം. ദൈവഭക്തനും അനർത്ഥത്തിനും ഇടയിൽ ഇറങ്ങി വരുന്ന ഒരു ദൂതൻ ഉണ്ട്. ഇന്ന് രാവിലെ ആരോഗ്യത്തോടെ ബലത്തോടെ ഇവിടെ ഇരിക്കുമ്പോൾ കാര്യം പറയണം, അനർത്ഥത്തിനും ദുരന്തത്തിനും ഇടയിൽ, എന്റെയും അനർത്ഥത്തിനും ഇടയിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നതുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്തു. ഭക്തൻ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിച്ചാൽ ദൂതനെ ഇറക്കേണ്ട ഇടത്ത് ദൈവം ദൂതനെ ഇറക്കും. ഇവിടെ ദൂതൻ വന്ന് എവിടെന്നറിയാമോ? ഇസ്രായേൽ മക്കളും മിസ്രൈമ്യ സൈന്യവും തമ്മിലടുക്കരുത്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അടുക്കരുത്. മിസ്രൈമ്യ സൈന്യവും ഇസ്രായേൽ മക്കളും തമ്മിൽ അടുത്ത രക്തപ്പുഴ ഒഴുകും. സ്തോത്രം. മിസ്രൈമിന്റെ വാള് ചലിക്കാൻ തുടങ്ങും. മിസ്രൈമിന്റെ പട്ടാളക്കാർ ഇറങ്ങി ഹല്ലേലൂയ യുദ്ധം ചെയ്യാൻ തുടങ്ങും. മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ തകർക്കും. അതുകൊണ്ട് തമ്മിലടുക്കാതിരിക്കാൻ, ഇസ്രായേൽ മക്കളും മിസ്രൈമ്യ സൈന്യം തമ്മിലടുക്കാതിരിക്കാൻ യഹോവയുടെ ദൂതൻ ഇറങ്ങിയെങ്കിൽ ഇതിന്റെ അകത്ത് എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? എന്റെയും നിങ്ങളുടെയും തലമുറ അന്യരാജ്യത്തായിരിക്കുമ്പോൾ അനർത്ഥം വേട്ടയാടാതിരിക്കാൻ ദൂതൻ ഇറങ്ങിയ എത്ര സന്ദർഭങ്ങൾ. എന്റെയും നിങ്ങളുടെ കൂട്ടാളികൾ വിദൂരയിലായിരിക്കുമ്പോൾ അനർത്ഥം സംഭവിക്കാതിരിക്കാൻ ഇറങ്ങി വന്ന ഒരു ദൂതൻ. കരകളെ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ദൂതന്റെ സാന്നിധ്യം. ഒരു ഭക്തൻ നിലവിളിക്കുക, മോശ കരയുകയാ. ദൂതൻ ഇറങ്ങി തമ്മിലെടുക്കാതെ വണ്ണം ദൂതൻ ഇറങ്ങി ദൈവം പ്രവൃത്തി വെളിപ്പെട്ടു. അന്ന് രാത്രി സംഭവിച്ച രണ്ടാമത്തെ കാര്യം, അന്ന് രാത്രി യഹോവയായ ദൈവം സമുദ്രത്തിൽ ഒരു വലിയ കാറ്റ് എന്ത് ചെയ്തു?
സ്തോത്രം. സമുദ്രത്തിൽ കാറ്റടിപ്പിച്ചു. സ്തോത്രം. അന്ന് രാത്രി യഹോവയായ ദൈവം സമുദ്രത്തിൽ ഒരു കാറ്റടിപ്പിച്ചു. സ്തോത്രം. ഒരു ഭക്തൻ പ്രാർത്ഥിച്ചാൽ ദൂതൻ ഇറങ്ങും. ഒരു ഭക്തൻ പ്രാർത്ഥിച്ചാൽ പ്രതികൂലമായിരിക്കുന്നതിനെ അനുകൂലമാക്കാൻ കാറ്റടിപ്പിക്കും. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ പ്രാസം നോക്കരുത്, പ്രാർത്ഥനയുടെ വ്യാകരണ ശുദ്ധി നോക്കരുത്, പ്രാർത്ഥനയ്ക്കകത്തെ പദപ്രയോഗം നോക്കരുത്. എൻ്റെയും നിങ്ങളുടെയും ഒരു ഞരക്കത്തെ പോലും തിരിച്ചറിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് ഭാഷാശുദ്ധിയോടെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ ഇന്ന് പകൽ അത് മാറ്റിവെക്ക. നിന്റെ ഞരക്കത്തെ പോലും തിരിച്ചറിയുന്ന, നിന്റെ ഹൃദയത്തിന്റെ മൂളോല് പോലും തിരിച്ചറിയുന്ന ഒരു നല്ല നാഥൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അന്ന് രാത്രി മുഴുവൻ യഹോവയായ ദൈവം സമുദ്രത്തിൽ ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. ഭക്തനെ, നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതാ. എന്നോടൊപ്പം സ്തോത്രം ചെയ്താട്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രി ദൈവവചനം ഇവിടെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തികൾ ദൈവമക്കൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ ശക്തി ദൈവമക്കൾ മനസ്സിലാക്കണം. അത് വലിയ ശക്തിയുള്ളതാ. സ്തോത്രം. ഒന്ന്, ദൂതൻ ഇറങ്ങി ഇസ്രായേൽ മക്കളും മിസ്രൈമിനും തമ്മിൽ അടുക്കാതിരിക്കാൻ. 2, യഹോവയായ ദൈവം അന്ന് രാത്രി മുഴുവനും സമുദ്രത്തിൽ ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ചിട്ട് സമുദ്രത്തെ എന്ത് ചെയ്യുന്നറിയാമോ? ഉണങ്ങിയ നിലമാക്കി. 2, ദൈവം വഴിയൊരുക്കുന്ന സമുദ്രത്തിൽ ദൈവം എന്ത് ചെയ്യും? വഴിയൊരുക്കും. അത് ഇതുവരെ കാണാത്ത വഴിയാ. സ്തോത്രം. ലോകം കാണാത്ത വഴി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കും. സ്തോത്രം. ലോകം അറിയാത്ത വഴി ഇന്ന് വരെ നാട്ടുകാർ കണ്ടിട്ടില്ല. ചെങ്കടലിൻ്റെ അകത്തൊരു വഴിയുണ്ടെന്ന്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ അറിയുന്നതിന് മുമ്പ് തന്നെ ദൈവം കണ്ട ഒരു വഴിയുണ്ട്. ഞാൻ ഈ ഭാഗം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെങ്കടലിലെ പാതയ്ക്ക് ചില പ്രത്യേകതയുണ്ട്. അത് ദൈവം ഒരുക്കുന്ന വഴിയാ. സ്തോത്രം. ഇസ്രായേൽ മക്കളെ ഇന്ന് വരെ നിങ്ങൾ നടന്ന വഴി നാട്ടുകാരും വീട്ടുകാരും ഒരുക്കിയ വഴിയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കാലുവെക്കാൻ പോകുന്ന വഴിയുണ്ടല്ലോ, അത് ദൈവം ഒരുക്കുന്ന വഴിയാ. എന്നോടൊപ്പം കരകളെ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ദൈവം ചില വഴി ഒരുക്കും. അതരകളെ തുറന്ന് ദൈവം ചില വഴി ഒരുക്കും. ദൈവം എനിക്ക് വേണ്ടി ചില വഴികൾ ഒരുക്കും. ദൈവം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ചില വഴികൾ ഒരുക്കും. ഇതുവരെ അടയപ്പെട്ട വഴിയല്ല. പ്രാർത്ഥനയുടെ മുൻപിൽ ഉപവാസത്തിന്റെ മുൻപിൽ ദൈവം ചില വഴികൾ ഒരുക്കും. ദൈവം ചില പാതയൊരുക്കും. അല്പസമയം ജനം ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ദൈവം വഴിയൊരുക്കും. ഇന്നലെ കണ്ട ചെങ്കടൽ ഇന്ന് ഭക്തന്റെ വഴിയായി മാറാൻ പോകുക. ഇന്നലെ കണ്ട ചെങ്കടൽ ഇന്ന് ഭക്തന്റെ കാലെടുത്ത് വെക്കുന്ന വഴിയാകാൻ പോകുക. ഉണങ്ങിയ നിലം, ഉണങ്ങിയ നിലം, ഉണങ്ങിയ നിലം, ഉണങ്ങിയ നിലം. തോരാലാമ ശേഖാരാധന അടജാനകൽക്കന ശംഭവാനാധന. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം. എന്നോടൊപ്പം ഒരുമിച്ച് ദൂതേറ്റെടുത്താട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം. ചില അടയപ്പെട്ട വഴികൾ ഇന്ന് രാവിലെ തുറന്നു വരട്ടെ. ചെങ്കടൽ പോലെ അടയപ്പെട്ട ചില പാതകൾ, ചെങ്കടൽ പോലെ അടയപ്പെട്ട ചില വഴികൾ ഈ ദിവസങ്ങളിൽ ഭക്തനെ, ഒന്ന് കരയിൽ കൂടെ ഒരു വഴി ദൈവം ഒരുക്കും. 2, നീ ചിന്തിക്കാത്ത ഇടത്തൂടെ ദൈവം ഒരു വഴിയൊരുക്കും. നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ ഒരു വഴിയൊരുക്കും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? നിന്റെ പ്രശ്നത്തിൽ കൂടെ ദൈവം ഒരു വഴിയൊരുക്കും. നിന്റെ ബുദ്ധിമുട്ടിൽ കൂടെ ദൈവം ഒരു വഴിയൊരുക്കും. നിന്റെ കഷ്ടതയ്ക്കകത്തൂടെ ദൈവം ഒരു വഴിയൊരുക്കും. ഒരുമിച്ച് കരകളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. മൂന്നാമതായിട്ട് ദൈവം വഴിയൊരുക്കുന്നത് ആകാശത്തൂടെ ദൈവം വഴിയൊരുക്കും. ആകാശത്തൂടെ ദൈവം എന്ത് ചെയ്യും? ആകാശത്തിൽ കൂടെ ദൈവം വഴിയൊരുക്കും. 1, ദൈവം കരയിൽ കൂടെ വഴിയൊരുക്കും. 2, ദൈവം സമുദ്രത്തിൽ കൂടെ വഴിയൊരുക്കും. 3, ദൈവം ആകാശത്തൂടെ എന്ത് ചെയ്യും? സ്തോത്രം വന്നില്ലല്ലോ. സ്തോത്രം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വിശാലമായി പടർന്നു കിടക്കുകയാണ്. 1, 2, 10, 1000 ലക്ഷമോ അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ മരുഭൂമിയിൽ കിടക്കുക. ജനം കരയാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഇറച്ചി വേണം.
ഞങ്ങൾക്ക് ഇറച്ചി വേണം. ഒറ്റ മനുഷ്യനെ നോക്കിക്കൊണ്ടാണ് കരയുന്നത്. മോശ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇറച്ചി വേണം. മോശ ദൈവത്തോട് പരാതി പറയാൻ തുടങ്ങി. ഈ ജനത്തിന് വേണ്ടി ഞാൻ എത്ര കാളകളെ ഇറക്കേണ്ടി വരും? ലക്ഷക്കണക്കിന് ആളുകളെ ക്രമീകരിക്കാൻ, അവർക്ക് ഇറച്ചി ഒരുക്കാൻ എത്ര കാളകളെ ഞാൻ ഒരുക്കാൻ തുടങ്ങും? കർത്താവ് അവനോട് പറഞ്ഞു, ദൈവം അവനോട് പറഞ്ഞു, നീ അനങ്ങണ്ട, ഞാൻ കൊടുത്തോളാം. ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ആശയത്തിൽ കൂടെ മാത്രം മുൻപോട്ട് കടന്നു പോകട്ടെ. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കടന്ന ലിവിയാദാനെ പൊക്കിയെടുത്ത് സമുദ്രത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നു. 2 തിരമാലയ്ക്കകത്താക്കി വെച്ചിട്ട് അതിൻ്റെ തല തമ്മിൽ കൂട്ടിത്തല്ലിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. അതിന് തൂവലുകളും തൊക്കുകളും ഒക്കെ വെച്ചു. അത് പറക്കാൻ തുടങ്ങി, ചിറകുകൾ മുളപ്പിച്ചു. ഇസ്രായേൽ മക്കൾ പാർത്ത സ്ഥലത്തേക്ക് കാടപ്പക്ഷി രൂപത്തിൽ തൻ്റെ ജനത്തിന് ആഹാരവുമായി ദൈവം അവിടേക്ക് എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഒരൊറ്റ കാട പോലും വഴിതെറ്റിപ്പോയില്ല. സ്തോത്രം. ഒറ്റ കാട പോലും റൂട്ട് മാറിപ്പോയിട്ടില്ല. ഒരു കാട പോലും ഇഷ്ടമുള്ളിടത്തോട്ട് പോയിട്ടില്ല. എവിടുന്ന് നിലവിളി ഉയർന്നോ അവിടെ കണിയണിയായി പറക്കാൻ തുടങ്ങി. ആകാശത്തിൽ കൂടെ പറക്കാൻ തുടങ്ങി. ലക്ഷ്യം തെറ്റി, പാത തെറ്റിയില്ല, വഴി തെറ്റിയില്ല, ഉദ്ദേശിച്ച സ്ഥലം തെറ്റിയില്ല. അണിയണിയായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്നിനു പുറകെ ലക്ഷക്കണക്കിന് കാടകൾ റൂട്ട് മാറാതെ വഴി തെറ്റിക്കാതെ ഇസ്രായേൽ മക്കൾ താമസിച്ച കൂടാരത്തിന് ചുറ്റും പറന്നു നിന്നെങ്കിൽ ഇന്ന് രാവിലെ ഉറപ്പായി വിശ്വസിക്കുക, ആകാശ മണ്ഡലത്തിൽ കൂടെ ദൈവം ഒരു വഴി ഒരുക്കുന്ന ദൈവമാണ്. ഒറ്റ കാട പോലും റൂട്ട് മാറിപ്പോയില്ല, ഇഷ്ടമുള്ളിടത്തോട്ട് പോയില്ല, ലക്ഷ്യം തെറ്റിപ്പോയില്ല. ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് ഒന്നിനു പുറകെ ലക്ഷക്കണക്കിന് കാടകളെ ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിന് ചുറ്റും അണിയണിയായി പറന്നു നിർത്തിയെങ്കിൽ ഇന്ന് രാവിലെ PMG ചർച്ചിലുള്ള ദൈവമക്കൾ ഒരുമിച്ച് സ്വന്തം പറയണം, ആകാശത്തിൽ കൂടെ വഴിയൊരുക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആകാശത്തിൽ കൂടെ വഴിയൊരുക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. സ്തോത്രം. ദൈവത്തിന് കരയിൽ ഒരു വഴിയൊരുക്കാൻ പറ്റും. ദൈവത്തിന് സമുദ്രത്തിൽ വഴിയൊരുക്കാൻ പറ്റും. ദൈവത്തിന് ആകാശത്തിൽ ഒരു വഴിയൊരുക്കാൻ തുടങ്ങും. അതിവിദൂര ഭാവിയിൽ ഇതുവരെ കേൾക്കാത്ത 3 ശബ്ദം കേൾക്കാൻ പോവുക. ലോകത്തിലുള്ള മാനവജാതി മുഴുവനും ഒത്തിരി ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. ഇടിനാദത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വെടിക്കോപ്പുകളുടെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഭൂകമ്പത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. കൊടുങ്കാറ്റിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗ്ലാ വിളിച്ചുള്ള ശബ്ദം ലോക മനുഷ്യൻ കേട്ടിട്ടുണ്ട്. ലോകത്തിൽ ഒത്തിരി ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ലോകത്തിലുള്ള പ്രിയപ്പെട്ടവർ, ലോക മനുഷ്യൻ ഇതുവരെ കേൾക്കാത്ത, ഉലകത്തിൽ ആരും കേൾക്കാത്ത 3 ശബ്ദം കേൾക്കാൻ പോവുകയാണ്. ആ ശബ്ദം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇന്ന് വരെ കേൾക്കാത്ത 3 ശബ്ദം എന്നോടൊപ്പം കരകളെ ഉയർത്തി സ്വന്തം ചെയ്യാമോ? ഇതുവരെ മുഴങ്ങാത്ത, ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങാത്ത 3 ശബ്ദം കേൾക്കാൻ പോകുക. അത് വിശുദ്ധ വേദ പുസ്തകം പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ. ഈ 3 ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവർ ഉയർക്കുന്നു, ജീവനോടെയുള്ള എല്ലാവരും രൂപാന്തരപ്പെടുന്നു. ഒന്നിച്ചാകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുന്നു. ഭക്തനെ 4ാമതൊരു വഴിയുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് ആകാശ മണ്ഡലങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഉടരമന ഘടക ശൈഡവൽ കരാധന, കർത്താവിന്റെ ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളനാഥം. ഈ ശബ്ദത്തിന്റെ മുൻപിൽ ഒരു കൂട്ടം ഭക്തന്മാർ ഈ ഭൂമിയോട് യാത്ര പറഞ്ഞ് അനന്ത വിഹായത്തിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ഇനിയും ഒത്തിരി നാളൊന്നും അതിനു വേണ്ടി കാത്തിരിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോക സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എത്ര പേർ സ്തോത്രം പറയാൻ തുടങ്ങുന്നു? എൻ്റെയും നിങ്ങളുടെയും രൂപാന്തരത്തിൻ്റെ സമയം അടുത്തു. ആമേൻ പറഞ്ഞേ. എൻ്റെയും നിങ്ങളുടെയും തേജസ്കരണത്തിൻ്റെ സമയം അടുത്തു. സ്തോത്രം. ഒരുപക്ഷെ 21 ദിവസത്തെ യുവാസം പൂർത്തീകരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നാഥൻ്റെ വരവിൻ്റെ കാലൊച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നാഥൻ്റെ കാലൊച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയും വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവ്. സ്തോത്രം. കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇവൾ ആരാ, ഇവൾ എങ്ങനെയുള്ളവൾ എന്ന ഭാഗം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
അന്നേരം ഇന്ന് രാവിലെ നാം ചിന്തിച്ച ഭാഗം ഒന്ന് ശ്രദ്ധിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ മരുഭൂമിയിലാണ്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് മരുഭൂമി ചാരാൻ ഒരു പ്രിയൻ ഉണ്ട്. അത് മാത്രം മതി. സ്തോത്രം, നല്ല ഒരു പ്രിയനുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ ഈ മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരിയാൽ മരുഭൂമിയിൽ നിനക്ക് വഴി ഒരുക്കും. സ്തോത്രം, അതാണ് നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം, മരുഭൂമിയിൽ ചില പാതകൾ ദൈവം ഒരുക്കും. ഇന്ന് രാവിലെ പ്രത്യാശയോടുകൂടെ മാത്രമേ ദൈവമക്കൾ ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകാവൂ. സ്തോത്രം, എൻ്റെ കർത്താവ് എനിക്ക് വഴി ഒരുക്കും, എൻ്റെ കർത്താവ് എനിക്ക് പാത ഒരുക്കും, എൻ്റെ കർത്താവ് എനിക്ക് വഴി ഒരുക്കും. സ്തോത്രം, ഞാൻ മരുഭൂമിയിൽ ഒറ്റയ്ക്കല്ല, ഞാൻ മരുഭൂമിയിൽ തനിച്ചല്ല, ഞാൻ മരുഭൂമിയിൽ ഏകനായിട്ടല്ല. എൻ്റെ പ്രാണപ്രിയൻ ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വഴി ഒരുക്കും, എൻ്റെ കർത്താവ് എനിക്ക് പാത ഒരുക്കും. സ്തോത്രം, സ്തോത്രം. രണ്ടാമത്, മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരി വരുന്ന ഇവൾക്ക് വേണ്ടി മരുഭൂമിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. സവാക്യം നിങ്ങൾക്കറിയാമല്ലോ. ആഹാരമായിട്ടുള്ള ഒരു ചരിത്ര ബന്ധമാണ്. സ്തോത്രം. അബ്രഹാം കൊടുത്തുവിട്ട അപ്പവും അബ്രഹാം കൊടുത്തുവിട്ട വെള്ളവും തീർന്നു. ദൈവം അവളുടെ കണ്ണു തുറന്നു. വായിച്ചോളൂ. അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. അടുത്തത്, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമി. അബ്രഹാം കൊടുത്തുവിട്ട വെള്ളവും തീർന്നു, അബ്രഹാം കൊടുത്തുവിട്ട അപ്പവും തീർന്നു. ഇന്ന് രാവിലെ ഇതിനകത്ത് കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. മനുഷ്യർ തരുന്നതെല്ലാം തീർന്നു പോകും. പ്രശ്നം വരുമ്പോൾ, മരുഭൂമി വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ എല്ലാം തീർന്നു പോകും. അബ്രഹാമിൻ്റെ ഒരു വിചാരം, ഞാൻ കൊടുത്തുവിടുന്ന ഒരു കൊട്ട അപ്പം കൊണ്ട് ദീർഘകൊല്ലം ജീവിക്കാമെന്ന് അബ്രഹാം ഓർത്തത്. ഞാൻ കൊടുത്തുവിടുന്ന ഒരു തുരുത്തി വെള്ളം കൊണ്ട് ഇവൾ ദീർഘനാൾ ദാഹം തീർക്കുമെന്ന. പക്ഷേ മരുഭൂമി വരുമ്പോൾ എല്ലാം തീരും. സ്തോത്രം, മരുഭൂമി വരുമ്പോൾ എല്ലാം തീരും. സ്തോത്രം. എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാമല്ലോ. മരുഭൂമിയിൽ അവൾ ദൈവത്തോട് കരയാൻ തുടങ്ങി, മകൻ കരയാൻ തുടങ്ങി. ദൈവം അവിടെ കണ്ണെന്ത് ചെയ്തു? തുറന്നു. അവൾ ഒരു ഉറവ എന്ത് ചെയ്തു? കണ്ടു. 2, പ്രിയന്റെ മേൽ ചാരി വരുന്ന ഭക്തന് മരുഭൂമിയിൽ ഉറവ ഉണ്ട്. സ്തോത്രം. ഇന്ന് രാവിലെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എവിടെ ഉറവയെന്നറിയാമോ? മരുഭൂമിക്കകത്താ. സ്തോത്രം. ജലതടാകങ്ങളുള്ള സ്ഥലത്തല്ല, നീർത്തോടുകൾ ഒഴുകുന്ന സ്ഥലത്തല്ല, ജലാശയങ്ങളുള്ള സ്ഥലമല്ല. മരുഭൂമി എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത, ജലാശയത്തിൻ്റെ ഒരല്പം പോലുമില്ലാത്ത, വിണ്ടുകീറപ്പെട്ട സ്ഥലത്ത്, ഉണങ്ങി വരേണ്ട സ്ഥലത്ത്, എല്ലാം കരിഞ്ഞുണങ്ങിയ സ്ഥലത്ത്, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച സ്ഥലത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കും. സ്തോത്രം. എന്നോടൊപ്പം എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ദൈവം ഉറവ തുറക്കും. ആമേൻ പറയാമോ? ദൈവം ഉറവ തുറക്കും. ദൈവം ഉറവ തുറക്കും. എല്ലാം മരുഭൂമി പോലെയാകുമ്പോൾ, എല്ലാം ഉണങ്ങി കരിയുമ്പോൾ, എല്ലാം വിണ്ടുകീറപ്പെടുമ്പോൾ, വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും ഇല്ലാതിരിക്കുമ്പോൾ, ജലത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു ഉറവയുണ്ട്. അത് സ്വർഗത്തിന്റെ ഉറവയാ, സ്വർഗത്തിന്റെ ഉറവയാ. പ്രതീക്ഷയോടെ ജനം സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇന്ന് രാവിലെ ഉറവ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ, പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഉറവ തുറക്കൂ. നിങ്ങൾ ആ ഭാഗം വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഉറവ് തുറന്നതിന് ശേഷം യഹോവയുടെ ദൂതൻ പറഞ്ഞു, നിന്റെ തുരുത്തിയിൽ എന്ത് ചെയ്യണം? വെള്ളം എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം തുരുത്തിയിൽ ഇപ്പം വെള്ളമില്ല. ശൂന്യമാക്കപ്പെട്ട ഒരു തുരുത്തി അവിടെ കയ്യിലുള്ളത്, കാലിയാക്കപ്പെട്ട ഒരു തുരുത്തി അവിടെ കയ്യിലുള്ളത്. നീ പോയി തുരുത്തിയിൽ എന്ത് ചെയ്യണം? വെള്ളം നിറച്ച്. ഓക്കെ, ഇവക്കറിയാം ഈ തുരുത്തി കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. ഇത് കാലിയാക്കപ്പെട്ട തുരുത്തിയാ, ശൂന്യമാക്കപ്പെട്ട തുരുത്തിയാ, പ്രത്യേകിച്ച് മരുഭൂമിയാ. ഈ തുരുത്തി നിറയത്തില്ല, എന്നും ഇത് കാലിയാണെന്ന് അവൾ ചിന്തിച്ചേക്കാം. പക്ഷേ സ്വർഗത്തിൻ്റെ ശബ്ദം എന്താണെന്നറിയാമോ? നീ തുരുത്തി നിറയ്ക്കണം. സ്തോത്രം. നിന്റെ തുരുത്തി നിറയ്ക്കാനുള്ള വെള്ളം ഞാനിവിടെ ഒരുക്കുന്നുണ്ട്. സ്തോത്രം. ഇതുവരെ നിന്റെ തുരുത്തി ശൂന്യമാണെങ്കിൽ നിറയാനുള്ള വെള്ളം ദൈവം ഒരുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ശൂന്യതകളെ നിറയ്ക്കുന്ന നല്ലൊരു കർത്താവ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നിന്റെ ശൂന്യതകളെ നിറയ്ക്കുന്ന നല്ലൊരു നാഥൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? നിന്റെ ശൂന്യതകളെ നിറയ്ക്കുന്ന നല്ലൊരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ പ്രവാചക ശിഷ്യന്റെ വീട് നിറച്ച് ശൂന്യതയാ.
പേഴ്സ് ശൂന്യത, അരിപ്പാത്രം ശൂന്യത, ആ വീട്ടിലെ പാത്രങ്ങൾ മുഴുവനും എന്താണെന്നറിയാമോ? ശൂന്യമാണ്. പ്രവാചക ശിഷ്യൻ്റെ വീട്. അതുമാത്രമല്ല, അവിടെ കാതിൽ മുഴങ്ങുന്നൊരു ശബ്ദമുണ്ട്. സ്തോത്രം. ദേ കടക്കാർ വരുന്നുണ്ട്, നിൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നറിയാമോ? പിടിച്ചോണ്ട് പോകാൻ പോവാ. സ്തോത്രം. കടക്കാർ വരുന്നുണ്ട്, അവർക്കിവിടെ വീട് വേണ്ട, അവർക്ക് നിൻ്റെ ഇവിടുത്തെ പാത്രങ്ങൾ വേണ്ട, അവർ ഉന്നം വെച്ചിരിക്കുന്നത് നിൻ്റെ കുഞ്ഞുങ്ങളെയാ. സ്തോത്രം. എന്ന് പകരം ഈ ദൈവവചനം പങ്കുവെക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്കൊരു ദൂത് തരുന്നത് ഇങ്ങനെയാ: ഈ ദിവസങ്ങളിൽ തലമുറകളെ ഉന്നം വെച്ചിരിക്കുന്ന ചില വ്യാപാരങ്ങളുണ്ട്. സ്തോത്രം. ദിവസങ്ങളിൽ നിൻ്റെ പണം അവന് വേണ്ട, നിൻ്റെ വിദ്യാഭ്യാസം വേണ്ട, നിൻ്റെ വീട് വേണ്ട, നിൻ്റെ ശ്രേഷ്ഠമായ ഒന്നും വേണ്ട. പക്ഷെ ഭക്തന്റെ തലമുറയെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ ദൂതിന്റെ മുമ്പിൽ ഈ ദൈവസഭയ്ക്കകത്തെ തലമുറകളെയല്ല ദൈവകരങ്ങളിലേക്ക് കൈമാറുകയാ. തലമുറകളെ നോട്ടം വെച്ചിരിക്കുന്ന ചില ജാതീയ പോരുകളും, തലമുറകളെ നോട്ടം വെച്ചിരിക്കുന്ന ചില അന്ധകാര ശക്തികളും, തലമുറകളെ നോട്ടം വെച്ചിരിക്കുന്ന ചില വശീകരണ ശക്തികളും അവർക്ക് പ്രവാചക ശിഷ്യൻ്റെ വീട് വേണ്ട, അവർക്ക് പ്രവാചക ശിഷ്യൻ്റെ വീട്ടിലെ സാമാനങ്ങൾ വേണ്ട, പ്രവാചക ശിഷ്യൻ്റെ വസ്തുവകകൾ വേണ്ട. അവർ നോട്ടം വെച്ചിരിക്കുന്നത് തലമുറയാ, 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 തലമുറയാ. ഈ ദൂത് പങ്കുവെക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കാൻ എനിക്ക് നിയോഗം തരുന്നുണ്ട്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഈ ദൂത് ദൈവസഭയ്ക്ക് കൈമാറുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിയോഗം തരിക. എല്ലാ കണ്ണുകളും അടയ്ക്കാം. അവരവരുടെ തലമുറകളെ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ട് എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഇവിടെ വന്ന് കടക്കാര് കൊണ്ടുപോകാനുള്ളതല്ല, കടക്കാരെ കൊണ്ടുപോകാനുള്ളതല്ല. ഇന്ന് രാവിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട് മക്കൾ യഹോവ നൽകുന്ന ദാനമാ. നിന്റെ ദാനത്തെ നോട്ടപ്പെട്ടിരിക്കുന്ന ചില പൈശാചിക കെട്ടുകൾ, നിന്റെ തലമുറയെ നോട്ടപ്പെട്ടിരിക്കുന്ന ചില ജാതീയ ശക്തികൾ, നിന്റെ തലമുറയെ നോട്ടപ്പെട്ടിരിക്കുന്ന ചില വശീകരണ ശക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ 17ാമത്തെ ദിവസം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. കടക്കാർക്ക് മറ്റൊന്നും വേണ്ട, അവർക്ക് വേണ്ടത് തലമുറയാ. തലമുറയെ കൊണ്ടുപോയാൽ പിന്നെ വീട് ശൂന്യമായല്ലോ. തലമുറ പോയാൽ വീടിൻ്റെ അകത്തെ ആരാധന നിന്നല്ലോ. തലമുറ പോയാൽ കൂട്ടായ്മ ബന്ധം നിന്നല്ലോ. സഭയ്ക്കകത്ത് സൺഡേ സ്കൂൾ നടക്കത്തില്ലല്ലോ. യുവജനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കത്തില്ലല്ലോ. ഇന്ന് പകൽ ആത്മഭാരമുള്ളവൻ സ്തോത്രം ചെയ്ത് പോരാടട്ടെ. ആത്മഭാരമുള്ളവൻ സ്തോത്രം ചെയ്ത് പോരാടട്ടെ. ഈ 17ാമത്തെ ദിവസം പോരാട്ടക്കളത്തിലാണ് നിൽക്കുന്നത്. ചിലരെ പോരാടി ജയിക്കാൻ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് കൃപപ്രാപി. എന്റെ ദൂത് വേറെ രീതിയിലേക്ക് പരിശുദ്ധാത്മാ മാറ്റിവിടുക. ദൂത് പരിശുദ്ധാത്മാ മാറ്റിവിടുക. ഇന്ന് രാവിലെ ഒരു പോരാട്ടക്കളത്തിലാണ് നിൽക്കുന്നത്. തലയ്ക്കു നേരെ തീയമ്പമായി, തലമുറയ്ക്കു നേരെ തീയമ്പമായി നിൽക്കുന്ന ചില ജാതീയ പോരുകളും ദേശശക്തികളും ശുഭന്റെ നാമത്തില്, ശുഭന്റെ നാമത്തില്, യേശുക്രിസ്തുവിന്റെ നാമത്തില്, യേശുക്രിസ്തുവിന്റെ നാമത്തില് ചില തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ചില കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ചില കുഞ്ഞുങ്ങൾ
ശത്രു നോട്ടമിട്ടിരിക്കുന്നത്, വേട്ടക്കാരൻ വല വിരിച്ചിരിക്കുന്നത് പോലെ ചിലര് വല വിരിച്ചിരിക്കുക. വേട്ടക്കാരൻ വല വിരിച്ചിരിക്കുന്നത് പോലെ ചിലര് വല വിരിച്ചിരിക്കുക. ഇന്ന് പകൽ വലക്കണി പൊട്ടട്ടെ, വേടന്റെ കെണി പൊട്ടട്ടെ, വേടന്റെ വല പകരട്ടെ. ശുഭന്റെ നാമത്തിൽ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. കടക്കാര് നോക്കുന്നത് ഇപ്പം തലമുറയാ. തലമുറയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ അകത്ത് കൂട്ടായ്മ ഒന്നും എന്ത് ചെയ്യത്തില്ല. സ്തോത്രം കുറയും, ആരാധനയുടെ ശബ്ദം കുറയും. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞു, നീയും തലമുറയും കൂടെ പെരയ്ക്കകത്തോട്ട് കയറിക്കോ. അടുത്തുള്ള വീട്ടിൽ നിന്ന് പാത്രം എടുത്ത് പെരയ്ക്കകത്ത് കയറിക്കോ, മുറിക്കകത്തോട്ട് കയറിക്കോ. നീയും തലമുറയും കൂടെ മുറിക്കകത്തോട്ട് കയറിക്കോ. ഇന്ന് പകൽ ദൈവസഭയ്ക്ക് ഒരു ദൂത് കൈമാറാൻ പോകാം. തലമുറയോടൊപ്പം മുറിക്കകത്തോട്ട് കയറിക്കേ, പ്രാർത്ഥനാ മുറിക്കകത്തോട്ടൊന്ന് കയറിക്കേ. തലമുറയോടൊപ്പം പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിക്കേ. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയാൽ പകർച്ച നടക്കാൻ പോകുക. ഒരു പകർച്ച നിന്റെ വീടിന്റെ അകത്ത് തലമുറയോടൊപ്പം നടക്കുന്ന ഒരു പകർച്ച, അത് കൂട്ടായ്മയുടെ പകർച്ചയാ. കുഞ്ഞുങ്ങളോട് ചേർന്നുള്ള പകർച്ച, അത് കൂട്ടായ്മയുടെ പകർച്ചയാ. മക്കളോട് ഒരുമിച്ചുള്ള ഒരു പകർച്ച, അത് ദൈവവും കൂടെ ചേർന്നുള്ളൊരു പകർച്ച. ഇന്ന് പകൽ PMG ചർച്ച് പാളയ സഭയോട് ദൈവാത്മ പറയുന്നു, നിന്റെ കൂടാരത്തിന്റെ അകത്ത് തലമുറയോടൊപ്പം ഒരു പകർച്ച നടക്കട്ടെ. ചിലതിനെ ശത്രു വല വിരിച്ചിരിക്കുന്നു. ശുഭന്റെ നാമത്തിൽ അതുകൊണ്ട് കൂടാരത്തിൻ്റെ അകത്ത് പകർച്ച വേണം. ആമീൻ പറഞ്ഞേ. ചർച്ചിൽ മാത്രമുള്ള പകർച്ചയല്ല, കൂടാരത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? പകരാൻ ആരൊക്കെ വേണം? ഉറക്കെ പറഞ്ഞേ. കൂടാരത്തിൻ്റെ അകത്ത് ആരൊക്കെ? അമ്മ തന്നെ പകർന്നാൽ പോരാ. കൊച്ചിനെ ട്യൂഷൻ വിട്ടിട്ട് അമ്മ തന്നെ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യണ്ട? വിവാഹ പ്രശ്നമായല്ലോ. സ്തോത്രം. പകരണം. കുഞ്ഞുങ്ങളോടൊപ്പം നീ പകർന്നാൽ അടുത്തൊരു ശബ്ദം ഇതാ, നിന്റെ കടം വീട്ട്. കടക്കാരൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന വഴി അടയട്ടെ. ഈ ബന്ധത്തിലല്ലേ നിന്റെ തലമുറയെ പിടിക്കാൻ വരുന്നത്? കടമെന്നുള്ള വഴി വെട്ടിയല്ലേ നിന്റെ വീട്ടിലേക്ക് കയറി വന്നത്? കടമെന്ന് പറയുന്ന റോഡ് വെട്ടിയല്ലേ നിന്റെ തലമുറയെ നേടി വന്നത്? അത് വീട്ട് അകത്ത് പകർച്ച നടക്കുമ്പോൾ ശത്രു കൊണ്ടുവന്ന വാതിൽ ദൈവം അടയ്ക്കും. ശത്രു കൊണ്ടുവന്ന പഴുതു ദൈവം അടയ്ക്കും. ശത്രു കൊണ്ടുവന്ന പദ്ധതി ദൈവം പൊളിക്കും. എന്നോടൊപ്പം കരങ്ങളെ ഉയർത്തി അല്പസമയം ചേർന്ന് സ്തോത്രം ചെയ്താട്ട്. പകർച്ച നടക്കണം. വീടിൻ്റെ അകത്ത് പകർച്ച എന്ത് ചെയ്യണം? ഈ 21 ദിവസം വാസപ്രാർത്ഥനയിൽ നിങ്ങൾ ഒരേക്കർ വസ്തു വാങ്ങിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇവിടുത്തെ പാസക്കും കുഴപ്പമില്ല. വീടിൻ്റെ മണ്ടയ്ക്ക് മറ്റൊരു വീടിലോ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ 21 ദിവസത്തെ ഉപവാസപ്രാർത്ഥന കഴിയുമ്പോൾ വീടിൻ്റെ അകത്തൊരു പകർച്ച നടന്നാൽ അത് വലിയ വിടുതല. എല്ലാ വീടിൻ്റെ അകത്തും പകർച്ച നടക്കണം. സന്ധ്യാപ്രാർത്ഥന നടക്കണം. സ്തോത്രഗീതം പാടണം. കുഞ്ഞുങ്ങൾ ദൈവത്തിനടുത്ത് വായിക്കണം. പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങണം. അമ്മയും അപ്പനും മുഴങ്കാൽ മടക്കണം. ശുഭന്റെ നാമത്തിൽ. അല്ലെങ്കിൽ നിന്റെ തലമുറയെ കടക്കാരൻ പിടിച്ചോണ്ട് പോകും. കടക്കാരൻ പിടിച്ചുകൊണ്ട് പോയത് പരമാർത്ഥമെങ്കിൽ പിന്നെ നിനക്ക് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാ. കടക്കാരൻ പിടിച്ചോണ്ട് പോയെങ്കിൽ അവൻ അടിമ. കടക്കാരൻ കൊണ്ടുപോകുന്നത് യജമാനനായിട്ടല്ല. കടക്കാരൻ വന്ന് തലമുറയെ കൊണ്ടുപോകുന്നത് അല്ലേ അടിമയായിട്ടാ. പിന്നെ കടക്കാരൻ്റെ വീട്ടിലെ എല്ലാ പണിയും ചെയ്യണം. അവൻ്റെ പദ്ധതിക്ക് വേണ്ടി തോള് കൊടുക്കണം. വലിയൊരു അടിമയുടെ മുഖമെടുത്ത് അവൻ്റെ തോളിലേക്ക് എന്ത് അറിയാമോ? താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശയത്തിലേക്ക് വരാം. സമയം അതിവേഗം ഓടുന്നല്ലോ. താങ്ക് യു ജീസസ്. അന്നേരം ഈ മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരി വരുന്ന ഇവൾ എന്ന ഭാഗമാണ് ചിന്തിക്കുന്നത്. മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരി വന്നാൽ, ഒന്ന്, മരുഭൂമിയിൽ നമുക്ക് ഒരു വഴിയുണ്ട്.
രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മരുഭൂമിയിൽ നമുക്കൊരു ഉറവ ദൈവം തുറന്നു തരും. സ്തോത്രം. ഉറവ തരും. പ്രതീക്ഷിക്കാത്ത ഉറവകൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? തരും. സ്തോത്രം. ഇനി ശ്രദ്ധിച്ചോണേ, ദൈവം 2 തരത്തിൽ നമ്മുടെ ഉറവകളെ അടയ്ക്കും. ശ്രദ്ധിച്ചോണേ, ദൈവം 2 തരത്തിൽ നമ്മുടെ ഉറവകളെ അടയ്ക്കും. സ്തോത്രം. ഉറവയടയ്ക്കും. ദൈവം ഉറവയടയ്ക്കും. തീർച്ചയാണേ, ദൈവം ഉറവയടയ്ക്കും. ഒന്ന്, സ്തോത്രം, ഈ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവ് പേരെന്ന് പറയാമോ? ശൗല്. ഇത് ഞാൻ ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ്. സ്തോത്രം. അപ്പൻ്റെ വീട്ടിലെ ഒരു കഴുത പോയിട്ട് ചില ദിവസങ്ങൾ തിരഞ്ഞിട്ടും കഴുതയെ പോലും കണ്ടു കിട്ടാൻ വയ്യാത്ത ഒരു മനുഷ്യനാണ്. സ്തോത്രം. എന്നാൽ ആ മനുഷ്യനെ ദൈവം രാജാവിൻ്റെ അഭിഷേക തൈലം ഒഴിച്ച് ഇസ്രായേൽ മക്കളുടെ പ്രഥമ രാജാവാക്കി എന്ത് ചെയ്തു? തീർത്തു. നിങ്ങൾക്ക് ചരിത്രമെല്ലാം അറിയാമല്ലോ. ഭയങ്കര വാഗ്ദത്തമാണ് ആദ്യം അവനോട് കൊടുത്തത്. ആദ്യത്തെ രാജാവാണല്ലോ, ഇസ്രായേൽ മക്കളുടെ രാജാവാണല്ലോ ഒന്നാമത്തെ രാജാവ്. വാഗ്ദത്തങ്ങളുടെ കൂട്ടത്തിൽ അതിഗംഭീരമായൊരു വാഗ്ദത്തമാണ്, ശൗലേ, നീ ഇസ്രായേലിനെ ഭരിക്കണം, നന്നായിട്ട് ഭരിക്കണം. രാജധർമ്മപ്രകാരമുള്ള അഭിഷേക തൈലം നിൻ്റെ മേൽ ഒഴിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, തലമുറയായി ഈ രാജ്യത്ത് നിനക്ക് നിലനിൽക്കും എന്ന് പറഞ്ഞാൽ, ശൗലേ, നീ രാജാവായി, നീ മരിച്ചു കഴിയുമ്പോൾ ആ രാജ്യസ്ഥാനത്തേക്ക് വരേണ്ടത് നിൻ്റെ തലമുറയാണ്. നിൻ്റെ മകൻ വരുമ്പോൾ, അവൻ വിശ്വസ്തയോടെ സേവിച്ചു കഴിയുമ്പോൾ, നിൻ്റെ കൊച്ചുമകൻ എവിടേക്ക് വരണം? രാജസ്ഥാനത്തേക്ക് വരണം. കൊച്ചുമകൻ രാജസ്ഥാനത്ത് നിന്നിട്ട് അടുത്ത മകൻ, ഇങ്ങനെ ഒന്നിനു പുറകെ രാജകുടുംബത്തിൽപ്പെട്ട ആളുകളായി ദൈവം നിന്നെ എന്തിരിക്കുക? കണ്ടിരിക്കുക. ദൈവിക ആരാധനയെ അവൻ അലക്ഷ്യമാക്കി. സ്തോത്രം. ദൈവത്തിൻ്റെ വാക്ക് അവൻ വിശ്വസിക്കാതെ മുന്നോട്ട് പോയി, വെളിച്ചപ്പാടത്തിയുടെ അടുത്തേക്ക് പോയി. സ്തോത്രം. നിങ്ങൾക്ക് ഈ വചനമെല്ലാം അറിയാമല്ലോ. സ്തോത്രം. ഇങ്ങനെ ദൈവസന്നിധി പുറകോട്ട് പോയതിൻ്റെ ഫലമായി അവൻ്റെ കുടുംബത്തിൽ നിലനിൽക്കേണ്ടതായ രാജപദവി ദൈവം എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. സ്തോത്രം. പിന്നെ രണ്ടാമത്തെ രാജാവ് ദാവീദാണ്. ശൗലിൻ്റെ കുടുംബവുമായി ഒരു ബന്ധവും ദാവീദിന്. എന്താ വാഗ്ദത്തം? എന്തായിരുന്നു? നീ മരിക്കുമ്പോൾ നിന്റെ സന്തതി മരിക്കുമ്പോൾ അവൻ്റെ മരിക്കുമ്പോൾ അവൻ്റെ മകൻ, ഇങ്ങനെ ഒന്നിനു പുറകെ രാജാവായി ഭരിക്കേണ്ടതാ. പക്ഷേ നീ ദൈവത്തെ മറന്നു പൊക്കൊണ്ടത് കൊണ്ട്, ദൈവസ്ഥലിൽ അവിശ്വസ്തത കാണിച്ചത് കൊണ്ട്, ദൈവസ്ഥലിൽ നീ വിശ്വസ്തനാകാഞ്ഞത് കൊണ്ട് ദൈവം ആ സ്ഥലത്തുനിന്ന് നിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? മാറ്റിക്കളഞ്ഞതിന് ശേഷം മറ്റൊരുവനെ ദൈവം ആ സ്ഥാനത്തിലേക്കാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഉറവയെ അടയ്ക്കും. ദൈവം തുറന്ന ഉറവ ദൈവം അടയ്ക്കും. എന്തിനാണെന്നറിയാമോ? ദൈവസന്നിധി നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ, ദൈവസന്നിധി നാം പരമാർത്ഥതയല്ലെങ്കിൽ ദൈവം ആ ഉറവ എന്ത് ചെയ്യുന്നറിയാമോ? അടയ്ക്കും. സ്തോത്രം. അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നാം ദൈവസന്നിധി വിശ്വസ്തനായി നിൽക്കാത്തത് കൊണ്ടാണ് ദൈവം നമ്മുടെ ഉറവ എന്ത് ചെയ്യുന്നത്? അടയ്ക്കുന്നത്. സ്തോത്രം. 2, ദൈവം ഉറവയെ അടയ്ക്കും. 1, ദൈവസന്നിധി നാം അവിശ്വസ്തത കാണിച്ചാൽ ദൈവം ഉറവയെ അടയ്ക്കും. 2, ദൈവം ഉറവയെ അടയ്ക്കും. ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, ദേശത്തെല്ലാം വലിയ ക്ഷാമം വരാൻ പോവുക, നീ കെരീത് തോട്ടിലിരുന്നോണം, രാവിലെയും വൈകിട്ടും കാക്ക ആഹാരം കൊണ്ട് തരും. സ്തോത്രം. നീ തോട്ടിൽ നിന്നിറങ്ങി കുടിച്ചോണം. സ്തോത്രം. വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ, സത്യസന്ധതയോടെ ഏലിയാവ് അവിടെ ഇരുന്നു. സ്തോത്രം. കെരീത് തോട്ടിൽ നിന്ന് കുടിക്കുന്നു, കാക്കയുടെ കയ്യിൽ നിന്ന് രാവിലെയും വൈകിട്ടും അപ്പം കഴിക്കുന്നു. സ്തോത്രം. ഏലിയാവ് 3 തരത്തിൽ ആഹാരം കഴിച്ചിട്ടുണ്ട്. 1, കാക്കയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. 2, വിധവയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. 3, ദൂതൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നറിയാമോ? കാക്കയുടെ കയ്യിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, രാവിലെയും വൈകിട്ടും. പിന്നെ ഇതിൻ്റെ ബാക്കി പറയുമ്പോൾ അറിയാം, വിധവയുടെ കയ്യിൽ നിന്ന് അപ്പം കഴിച്ചിട്ടുണ്ട്. ഒരിക്കൽ പ്രയാസമായി ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ തട്ടി ഉണർത്തി ദൂതൻ പറഞ്ഞു, കടലിൽ ചുറ്റ അടയും തുരുത്തിയിലെ വെള്ളം കൊടുത്തത് അറിയാമോ? ഏലിയാവ് കാക്കയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്, വിധവയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്, ദൂതൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ ഏലിയാവ് കെരീത് തോട്ടിൽ കിടക്കുക. ഒരു ദിവസം ഒരു ദൈവശബ്ദം കേൾക്കുന്നു, ഏലിയാവേ, നീ സരാഫാത്തിലേക്ക് പോകണം, അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാനൊരു വിധവയോട് എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട്. ചരിത്രം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അവിടെ ചെന്നു വിധവയെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏലിയാവിനൊരു അട കൊടുത്തു, അത് ഭക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് നാം ഇങ്ങനെ തിരുവചനം വായിക്കുന്നത്, ക്ഷാമം തീരുവോളം അവളും അവൾക്കുള്ളവരെല്ലാം എന്തെന്നറിയാമോ? ആഹാരം കഴിച്ചു. സ്തോത്രം. കെരീത് തോട്ടിൽ രാവിലെയും വൈകിട്ടുമേ ഉള്ളായിരുന്നു ആഹാരം. പക്ഷെ സരഫാത്തിലെ വിധവയുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടുമല്ല,
എപ്പോഴും ഏലിയാവിന് എന്തുണ്ടെന്നറിയാമോ? ആഹാരമുണ്ട്. എന്താണെന്നറിയാമോ? വിശ്വസ്തയോടെ നീ ദൈവസന്നിധിയിൽ നിന്നാൽ പഴയ ഉറവയെ അടച്ചിട്ട് മാന്യമായ പുതിയ ഉറവകൾ ദൈവം തന്ന് നമ്മെ മാനിക്കുവാൻ ദൈവശക്തനാ. പഴയ ഉറവയെ അടയ്ക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. എൻ്റെ ദാസൻ വിശ്വസ്തയോടെ, എൻ്റെ ദാസൻ പരമാർത്ഥതയോട്, എൻ്റെ ദാസൻ സത്യസന്ധതയോട് ഇരിക്കുമ്പോൾ എൻ്റെ ദാസന് വേണ്ടി പുതിയ ഉറവകളെ തുറക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. സ്തോത്രം. സമയം മുന്നോട്ട് കടന്നു പോകുന്നല്ലോ. അന്നേരം ഈ മരുഭൂമിയിൽ ഒന്ന്, ഭക്തനൊരു വഴിയുണ്ട്. രണ്ട്, മരുഭൂമിയിൽ ഭക്തന് ഉറവയുണ്ട്. പ്രതീക്ഷയറ്റ സ്ഥലത്ത്, ആശ്രയമറ്റ സ്ഥലത്ത്, ഒരു വെള്ളത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത സ്ഥലത്ത് ദൈവം നമുക്ക് വേണ്ടി ഉറവ തരും. സ്തോത്രം. മൂന്നാമതായിട്ട് മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരി വരുന്ന ഭക്തന് ദൈവം എന്തോ ഒരുക്കും. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്താമ്പലരി പോലെയും വെള്ള നിറമുള്ളതും. ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതുമൊക്കെ. തേൻ കൂട്ടിയ ദോശയോടൊത്ത്. വായിക്കാം മതി. 3, ദൈവമക്കൾക്ക് ദൈവം മരുഭൂമിയിൽ മന്ന ഒരുക്കും. നമുക്കറിയാമല്ലോ, 1, 2, 3, 10 പേരൊന്നുമല്ല ഇസ്രായേൽ മക്കൾ. ലക്ഷക്കണക്കിന് ആളുകളാണ്. ഒരു വലിയ ജാതി. ചരിത്രകാരന്മാരൊക്കെ ഇസ്രായേൽ മക്കളുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ജാഥ നടത്തുമ്പോൾ ഒന്നിനു പുറകെ നടന്നിട്ട് ലക്ഷം പിന്നാലെ എന്ന് പറയുന്ന പോലെ ഒന്നുമല്ല. ഇസ്രായേൽ മക്കൾ വരുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ടൊന്നുമല്ല. ഏകദേശം 4 കിലോമീറ്റർ വീതിയിലാണ് അവർ ഒന്നിച്ചു വരുന്നത്. സ്തോത്രം. അല്ലാതെ ഒരാളുടെ പുറകിൽ ഒരാൾ, മറ്റൊരാളുടെ പുറകിൽ മറ്റൊരാൾ, ഇങ്ങനല്ല വരുന്നത്. 4 കിലോമീറ്റർ നീളത്തിൽ, വീതിയിൽ അവർ ഒന്നിച്ചു വരികയാണ്. സ്തോത്രം. അവർ വളർന്നു വരുമ്പോൾ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതുപോലെ നാട് മുഴുവനും തകർത്തുകൊണ്ടാണ് വരുന്നത്. സ്തോത്രം. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നത് മരുഭൂമിയിൽ കൂടെയാണ്. റേഷൻ കടയില്ല, മാർജിൻ ഫ്രീ ഷോപ്പുകളൊന്നുമില്ല, സൂപ്പർ മാർക്കറ്റുകളൊന്നുമില്ല, ജനത്തിന് ആഹാരത്തിനൊന്നുമില്ല. പക്ഷേ ജനത്തോട് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. സ്തോത്രം. രാവിലെ നിൻ്റെ കൂടാരത്തിന് ചുറ്റും മഞ്ഞിൽ പൊതിഞ്ഞ് ഞാൻ മന്നായിട്ട് തരാം. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് പങ്കുവെക്കുമ്പോൾ ദൈവമക്കളുടെ ഉറപ്പിനായി ഒരു കാര്യം പറയാം. നിനക്ക് രാവിലെ മന്ന പൊഴിച്ചു തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. നീ നിൽക്കുന്ന സ്ഥലം മരുഭൂമി ആയിക്കൊള്ളട്ടെ, നീ നിൽക്കുന്ന സ്ഥലം ചൂടേറിയ സ്ഥലമായിക്കൊള്ളട്ടെ, പക്ഷേ ഇന്ന് രാവിലെ മനസ്സിലാക്കണം, നീ പോലും അറിയാതെ പൊഴിച്ചിട്ട് തരുന്ന ഒരു ദൈവം, മന്ന പൊഴിച്ചിട്ട് തരുന്ന ഒരു ദൈവം, മഞ്ഞിൻ്റെ അകത്ത് മന്ന പൊതിഞ്ഞ് ആദ്യം നിന്റെ കൂടാരത്തിന് ചുറ്റും നിർത്തി തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. സ്തോത്രം. ഈ മന്ന എന്ന് പറയുമ്പോൾ 6 ദിവസം പറക്കണം. 7ാമത്തെ ദിവസം നീ എന്ത് ചെയ്യരുത്. പക്ഷെ നമ്മുടെ ദൈവമക്കളൊക്കെ 7ാം ദിവസം പോയി എന്ത് ചെയ്യും? എന്നാ സ്തോത്രം പറയാഞ്ഞേ? സ്തോത്രം. കാരണം കൂടാതെ സഭായോഗം ഉഴപ്പിയാൽ, കാരണം കൂടാതെ മടി വിചാരിച്ച് ദൈവഭവനത്തിലിരുന്നാൽ 100% ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ബാക്കി നിങ്ങൾ പറഞ്ഞേ. കണക്ക് അതൊക്കെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. സഭായോഗം മുടക്കി ദൈവസന്നിധി വരാതെ TV കണ്ട് വീട്ടിലിരുന്നാൽ 100% ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? കണക്ക് കൊടുക്കണം. സ്തോത്രം. എന്നാൽ 7ാമത്തെ ദിവസം പറക്കാൻ പാടില്ല. അത് പറക്കാനില്ല. ഇനി ശനിയാഴ്ച കൂടുതൽ പറക്കി 7ാം ദിവസത്തേക്ക് എന്ത് ചെയ്തേക്കരുത്? അത് ക്രമിച്ചു പോകുമെന്നാണ് എഴുതേക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സമാഗമന കൂടാരത്തിൻ്റെ അകത്ത്, അതിപരിശുദ്ധ സ്ഥലത്ത്, കൃപാസനത്തിൽ സ്തോത്രം 3 കാര്യങ്ങളുണ്ട്. 1 കൽപ്പലക, 2 അഹരോൻ്റെ തളിർത്ത വടി, 3 മന്നായിട്ട് വെച്ച. നോക്കിയേ, ഈ ക്രമിക്കുന്ന മന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വന്നപ്പോൾ അതിന് യാതൊരു കേടും എന്ത് ചെയ്തില്ല. വീട്ടിലിരുന്നാൽ ഇതെന്ത് ചെയ്യുന്നറിയാമോ? അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വന്നാൽ യാതൊരു കുഴപ്പവും പറ്റത്തില്ല. ഞാനൊരു ദൂത് പറയാം. നീ കൃപയ്ക്കകത്താണെങ്കിൽ, സ്തോത്രം, കൃപയ്ക്കകത്താണെങ്കിൽ നിന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ പോറ്റുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചേ. അന്നേരം ഈ മന്ന
ദൈവമക്കൾ ഇങ്ങനെ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തൻ്റെ കൂടാരത്തിന് ചുറ്റും പ്രഭാതത്തിൽ മഞ്ഞിൽ പൊതിഞ്ഞ് മന്ന ദൈവം കൊടുത്തേക്കുക. മരുഭൂമിയിലെ യാത്രയ്ക്ക് ദൈവജനത്തിന് മന്ന കൊടുത്തിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്ത ദേശമായ കനാനിൽ എത്തുന്നത് വരെയും ഇത് പെറുക്കണം. ഇത് തൂത്തുവാരേണ്ടതല്ല, ചൂലുകൊണ്ട് തൂത്തെടുക്കേണ്ടതല്ല. ഇത് ഞുള്ളിപ്പെറുക്കണം. ഓരോരുത്തൻ താൻ്റെ കൂടാരത്തിന് ചുറ്റും പൊഴിയപ്പെട്ട് കിടക്കുന്ന മന്ന പെറുക്കിയെടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് ശക്തന്മാരുടെ ആഹാരമാ. മന്ന കഴിച്ചാൽ നീ പുഷ്ടി പ്രാപിക്കും, മന്ന കഴിച്ചാൽ നീ ശക്തി പ്രാപിക്കും, മന്ന പ്രാപിച്ചാൽ നീ ആത്മീക ബലം പ്രാപിക്കും. എന്തുകൊണ്ട് ആത്മീകതയിൽ ക്ഷീണിച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് ആത്മീകതയിൽ തളർന്നിരിക്കുന്നത്? എന്തുകൊണ്ട് ആത്മീകമായി നീ പതറി നിൽക്കുന്നത്? നീ മന്ന കഴിക്കാത്തത് കൊണ്ടാ. സ്തോത്രം. പക്ഷേ ഈ ജനം, ഇസ്രായേൽ മക്കൾ 40 വർഷത്തോളം ഇത് ഭക്ഷിക്കാൻ തുടങ്ങി. സ്തോത്രം. ഈ ജനം 3 അഭിപ്രായമാണ് മന്നയെക്കുറിച്ച് പറയുന്നത്. 3 അഭിപ്രായം. അത് ഒന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാമോ? ഇസ്രയേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്താമ്പലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത. മന്ന കഴിച്ചവര് പറഞ്ഞു, കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം, നല്ലതാ കേട്ടോ. തേൻ ചേർത്ത ആദ്യം ഇത് കിട്ടിയപ്പോൾ അവരങ്ങോട്ട് ചവച്ച് തിന്നാൻ തുടങ്ങി, കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് പരസ്പരം പറഞ്ഞു, കൊള്ളാം, മിസ്രൈമിൽ വെച്ച് കഴിക്കാത്തൊരു സാധനം, ഇത് നല്ലതാണ്. മരുഭൂമിയിൽ തേൻ ചേർത്ത് വെച്ച ദോശ പോലെ രുചിയുള്ളതായിരുന്നു. ആ മന്ന ആകുന്ന അപ്പം കഴിച്ചപ്പോൾ ഇവർക്ക് തേൻ ചേർത്ത ദോശയുടെ രുചിയായിരുന്നു. കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയി, വർഷങ്ങൾ മുന്നോട്ട് കടന്നുപോയി. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 8-ാമത്തെ വാക്യം. സംഖ്യ 11:8. ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു. മുമ്പ് എന്തായിരുന്നു രുചി? ഇപ്പോഴോ? എണ്ണയും തേനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആദ്യം അങ്ങനെ ആയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴോ? ഒന്ന് സംസാരിച്ചേ. എണ്ണ ചേർച്ച ദോശ. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. സംഖ്യാപുസ്തകം 21:5. സംഖ്യ 21:5. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. അടുത്തത്, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്തു നിന്നും കൊണ്ടുവന്നത് എന്തിന്? അടുത്തത്, ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല ഈ സാരമില്ലാത്ത ആഹാരം. കൊടുത്തേക്കുന്ന നിസാരാഹാരം എന്നാ, വേസ്റ്റ് എന്നൊക്കെ അതിന്റെ പദപ്രയോഗം കൊടുത്തേക്കുന്നത്. ഈ നിസാരാഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. വെറുപ്പാ. ആദ്യം എങ്ങനെയായിരുന്നു സംസാരിച്ചേ? പറഞ്ഞേ. രണ്ടാമത്, ഇപ്പോഴോ? എൻ്റെ കൂടെ ഉണ്ടോ? ആദ്യം ഇത് തേൻ ചേർത്ത ദോശയായിരുന്നു. കൊല്ലം ചിലത് അങ്ങോട്ട് കഴിഞ്ഞു, ഇത് എണ്ണ ചേർത്ത ദോശയായി. 2025 വന്നപ്പോഴോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നും ഇത് സ്വർഗത്തിലെ ദൈവം പൊഴിച്ചു കൊടുത്തതാ. ഓരോരുത്തൻ്റെ കൂടാരത്തിന് ചുറ്റും ഇത് കൊടുത്തതാ. ഷേപ്പ് മാറിയിട്ടില്ല, കളറ് മാറിയിട്ടില്ല, രുചി മാറിയിട്ടില്ല, തലങ്ങളൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഇവിടെ ആർക്ക് മാറ്റം വന്നു? പറ്റിച്ച ഇസ്രായേൽ മക്കൾക്ക് മാറ്റം സംഭവിച്ചു. സ്തോത്രം. ഇന്ന് രാവിലെ ഈ 17-ാമത്തെ ദിവസം ഞാൻ ദൈവമക്കളോട് ഇത് പറയാ, എത്ര കൊല്ലം കഴിഞ്ഞാലും ദൈവത്തോടുള്ള ബന്ധം നീ ഒട്ടും കുറയ്ക്കരുത്. വർഷങ്ങൾ കഴിഞ്ഞു പൊക്കോട്ടെ, നാളുകൾ കഴിഞ്ഞു പൊക്കോട്ടെ, സംവത്സരങ്ങൾ കഴിഞ്ഞു പൊക്കോട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് യാതൊരു അയവും വരുത്തരുത്. ആദ്യം ചേർത്ത തേൻ ചേർത്ത ദോശ പോലെ ആയിരിക്കണം ഭക്തനെ. നിന്റെ കണ്ണടയുന്നത് വരെ ആത്മീയാഹാരത്തിന് ഒട്ടും കുറവ് വരരുത്. അതിന്റെ രുചിക്കൊട്ടും മാറ്റം വരരുത്. അതിന്റെ രുചി ഒട്ടും കുറയരുത്. ഇത് തേൻ ചേർത്ത ദോശ പോലെ ആയിരിക്കണം. മരുഭൂമിയിൽ നിനക്ക് മന്നയുണ്ട്. മന്ന ശക്തന്മാരുടെ ആഹാരമാ. മന്ന സ്വർഗത്തിന്റെ ആഹാരമാ.
വാഗ്ദത്ത കനാനിലെത്തുമ്പോഴേയും നിനക്ക് ഭക്ഷിക്കാനായി ദൈവം ആകാശത്തുനിന്ന് പൊഴിച്ചിട്ട് തരുന്നത് മന്നയാ. ഇന്ന് പകൽ ഈ ദൈവവചനം പങ്കുവെക്കുമ്പോൾ ഈ മന്ന ദൈവത്തിൻ്റെ വചനമാ. സ്തോത്രം. ഇത് പുറങ്കാലുകൊണ്ട് തട്ടിത്തൊഴിക്കരുത്. ഇത് വിലയില്ലാത്ത ഒന്നല്ല, ഇത് നിസ്സാരപ്പെട്ട ഒന്നല്ല. ആര് പ്രസംഗിച്ചാലും ഏത് സാഹചര്യത്തിൽ പ്രസംഗിച്ചാലും ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റെ പ്രാധാന്യതയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് വിലയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് അതിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ്റെ വചനം അതിവേഗമോടുന്നു. സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് 3 പദ്ധതികളുണ്ട്. ദൈവിക സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ അത് വേദപുസ്തകം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന, ഉറക്കെ പറഞ്ഞേ, ഞാൻ നിന്നെ. അത് നമ്മളോടുള്ള വാഗ്ദത്തമാ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. എന്നോടും നിങ്ങളോടുമുള്ള ഒരു വാഗ്ദത്തമാ. എന്ത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാ. അക്കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞാട്ട്, എന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം. ഏത് രോഗമായാലും, ഏത് വിഷമമായാലും, ഏത് പ്രശ്നമായാലും, ഏത് പ്രതിസന്ധി ആയാലും എന്നെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. എല്ലാ കരകളും ഉയർത്തി ആ വാഗ്ദത്ത വചനം ഉറക്കെ പറ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാ. അത് നമ്മളോടുള്ള വാഗ്ദത്ത വചനമാ. അതിബലപ്പെട്ടോണം. 2 സൗഖ്യത്തിന്റെ 2ാമത്തെ തലം, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് എന്തോ ഉണ്ട്. പറഞ്ഞേ, അവന്റെ അടിപ്പിണരുകളാൽ. അത് യേശുവിന്റെ രക്തത്തിൽ കൂടെയുള്ള വിടുതല, അത് ക്രൂശീകരണത്തിൽ കൂടെയുള്ള വിടുതല. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് രോഗസൗഖ്യമുണ്ട്. 1ാമത്തെ സൗഖ്യം വാഗ്ദത്തത്തിന്റെ സൗഖ്യമാണ്. 2ാമത്തെ സൗഖ്യം യേശുവിന്റെ കാൽവരി മരണത്തിൽ കൂടെയുള്ള പറഞ്ഞ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. സ്തോത്രം. 3ാമത് സൗഖ്യത്തെക്കുറിച്ചുള്ള നിർവചനം ദൈവം പറയുന്നത്, അവൻ തന്റെ വചനമയച്ച്, ഉറക്കെ പറഞ്ഞേ, അവൻ തന്റെ വചനമയച്ച്. അങ്ങനെയെങ്കിൽ വചനത്തിൽ കൂടെയുള്ള സൗഖ്യമാ. സ്തോത്രം. 1 വാഗ്ദത്തത്തിൽ കൂടെയുള്ള സൗഖ്യം, 2 കാൽവരി മരണത്തിൽ കൂടെയുള്ള സൗഖ്യം, 3 ദൈവ വചനത്തിൽ കൂടെയുള്ള സൗഖ്യം. ഇന്ന് പകൽ ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേവലം വാക്കുകൾ മാത്രമല്ല, കേവലം ശബ്ദങ്ങൾ മാത്രമല്ല, ഈ വചനത്തിൽ കൂടെ സൗഖ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ഈ വചനത്തിൽ കൂടെ സൗഖ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അവൻ തന്റെ വചനമയച്ച് നീ അവരെ സൗഖ്യമാക്കുന്നു. ഞാൻ എൻ്റെ സന്ദേശം നിർത്താൻ പോകുകയാണ്. മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരി വരുന്ന ഭക്തന് 3ാമതായിട്ട് മന്ന ഉണ്ട്. മന്ന ഉണ്ട്. സായേൽ മക്കളെ, നിന്നെ പോഷിപ്പിക്കുന്ന ഒരു മന്ന. സായേൽ മക്കളെ, നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മന്ന. സ്തോത്രം. പാളയത്തുള്ള PMG ചർച്ചിലുള്ള ഭക്തന്മാരെ, ദൈവവചനമാകുന്ന മന്ന. കഴിഞ്ഞ 16 ദിനരാത്രങ്ങൾ ഈ മന്ന എത്ര പേർ ഭക്ഷിച്ചു? ഇത് തേൻ പോലെ ആയിരുന്നോ? ഇത് എണ്ണ പോലെ ആയിരുന്നോ? അവരവർ തന്നെ ശോധന ചെയ്താട്ട്, പ്രിയപ്പെട്ടവരെ, ഇത് തേൻ ചേർത്ത ദോശ പോലെ ആയിരുന്നോ? ഇത് എണ്ണ ചേർത്ത ദോശ പോലെ ആയിരുന്നോ? അതോ ഈ നിസാര ആഹാരമായിട്ടാണോ കരുതിയേക്കുന്നത്? തേൻ ചേർത്ത് വെച്ച ദോശ പോലെ ഭക്ഷിച്ചവൻ പറയും, ഇതിൻ്റെ ആർത്തി വളരെ വലുതാ. ഇത് നമ്മുടെ ആത്മീക ക്ഷീണം മാറ്റുന്നതാ. ഇത് നമ്മെ ബലപ്പെടുത്തുന്നതാ. നിത്യ കനാനിലെത്തുമ്പോഴേ നമ്മെ വഴി നടത്തുന്നതാ. നമ്മുടെ കാലുകൾക്ക് ബലം നൽകുന്നതാ. നമ്മുടെ അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതാ. അക്കരകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഒറ്റ ഭാഗം പറഞ്ഞു നിർത്താൻ താല്പര്യപ്പെടുന്നു. 4ാമതായിട്ട്, മരുഭൂമിയിൽ നിനക്കൊരു പ്രിയനുണ്ട്. അതാ നമ്മുടെ കുറിവാക്യം. മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരി വരുന്ന, മരുഭൂമിയിൽ നിനക്കൊരു പ്രിയൻ ഉണ്ട്. 1, മരുഭൂമിയിൽ നിനക്കൊരു വഴിയുണ്ട്. 2, മരുഭൂമിയിൽ നിനക്ക് ഒരു ഉറവയുണ്ട്. 3, മരുഭൂമിയിൽ ഭക്തന് മന്നായുണ്ട്. 4, മരുഭൂമിയിൽ നിനക്കൊരു പ്രിയനുണ്ട്. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരുന്ന ഇവളാർ. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, തകർന്നു പോകല്ലേ, ഉടഞ്ഞു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. നിനക്ക് ആശ്രയിക്കാൻ ഒരു പ്രിയനുണ്ട്. ഓടിച്ചെല്ലാൻ ഒരു പ്രിയനുണ്ട്. അപ്പാ എന്ന് വിളിക്കാൻ നിനക്കൊരു പ്രിയനുണ്ട്.
ദൈവമേ എന്ന് വിളിക്കാൻ നിനക്കൊരു പ്രിയനുണ്ട്. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ മരുഭൂമിയിൽ തനിച്ചാക്കിയിട്ട് പോകുന്നവനല്ല, നിന്നെ മരുഭൂമിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നവനല്ല. കൂടെ ഇരിക്കുന്ന ഒരു പ്രിയൻ, മാർവോട് ചാരാൻ ഒരു പ്രിയൻ. വലിയ വിഷമം വരുമ്പോൾ, വലിയ സങ്കടം വരുമ്പോൾ, കൂട്ടാളിയോട് പോലും പറയാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ ചെന്ന് പറയാൻ നിനക്കൊരു പ്രിയൻ ഉണ്ട്. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഈ ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും ഭാഗം നിങ്ങളുടെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം എല്ലാം ഒന്നും നിങ്ങളെ തൊട്ട് കാണത്തില്ല. ഏതെങ്കിലും പദമോ ഏതെങ്കിലും ആശയമോ ഏതെങ്കിലും വാക്കുകളോ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ പദം വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നിനക്കൊരു പ്രിയനുണ്ട്, നിനക്കൊരു പ്രിയനുണ്ട്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കരുത്. നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. ഒരാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറ്റൊരാൾ കേൾക്കണ്ട, അടുത്തിരിക്കുന്ന ആളുടെ പ്രാർത്ഥന നീ കേൾക്കണ്ട. ഭക്തനെ, നീ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, എനിക്കൊരു പ്രിയനുണ്ട്. ഇന്ന് രാവിലെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ട്. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർ, ആത്മാവിൽ പ്രാർത്ഥിച്ച് തുടങ്ങിക്കാട്ട്. നിനക്ക് പ്രിയന്റെ മേൽ ചാരാൻ ഒരു സ്ഥലമുണ്ട്. ഇന്ന് പകൽ പ്രിയന്റെ മാർവോട് ചാരുമ്പോൾ നീ വാതുറന്ന് പറ, അപ്പാ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇന്നതാ എൻ്റെ മരുഭൂമി. ഈ മരുഭൂമിയുടെ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ മരുഭൂമിയുടെ വേദന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഈ മരുഭൂമിയിലെ കഷ്ടത എനിക്ക് പറ്റത്തില്ല. തീയമ്പ് പോലെ പാഞ്ഞു വരുന്ന ചില അസ്ത്രങ്ങളുണ്ടല്ലോ, അതെനിക്ക് കഴിയത്തില്ല. അപ്പാ പ്രിയനോട് പറ. നിന്റെ കാത് വാക്ക് കേൾക്കാൻ പ്രിയനുണ്ട്, നിന്റെ വാക്ക് കേൾക്കാൻ പ്രിയനുണ്ട്, നിന്റെ കണ്ണുനീര് കാണാൻ പ്രിയനുണ്ട്, നിന്റെ ശബ്ദം കേൾക്കാൻ പ്രിയനുണ്ട്. ഈ 17ാമത്തെ ദിവസം ഏകദേശം 1 മണി കഴിഞ്ഞ സമയം നീ പ്രിയന്റെ മാർവോട് ചാരിപ്പറ, അപ്പാ എനിക്ക് ചൂടേറിയ മരുഭൂമി നിൽക്കാൻ പറ്റില്ല. ഇന്ന വിഷയത്തിന്റെ ചൂട് വലുതാ അപ്പാ. കുടുംബത്തിന്റെ അകത്ത് ഇന്ന വിഷയത്തിന്റെ ചൂട് വലുതാ. തലമുറയുടെ ഇന്ന വിഷയം വലുതാ. ശരീരത്തിന്റെ രോഗം വലുതാ. കടഭാരം വലുതാ. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പ്രിയന്റെ മാർവിലോട്ടൊന്ന് ചാരിക്കേ. ഇപ്പോൾ നീയും പ്രിയനുമായി ദൂരം മാവോട് ഒട്ടി നിൽക്കുകയാ. വിദൂരയിൽ നിൽക്കുന്ന ഒരു പ്രിയനല്ല, കിലോമീറ്ററുകൾ കണക്കിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രിയനല്ല. ഞാനിത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഒരു ദൂതയുടെ പങ്കുവെക്കാൻ പറയുന്നു. വീട് വിട്ടിറങ്ങിയ യാക്കോബ്, അപ്പനില്ല, അമ്മയില്ല, സഹോദരനില്ല, മരുഭൂമിയില്ല, ഒറ്റയ്ക്ക. വീട് വിട്ടിറങ്ങി. നാട്ടുകാരില്ല, വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, ചാർച്ചക്കാരില്ല. ഒറ്റയ്ക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരു കല്ലെടുത്ത് തലണയായി വെച്ച് ഉറങ്ങുമ്പോൾ രാത്രിയിൽ കാണുന്ന ദർശനത്തിൻ്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാ. സ്വർഗത്തിൽ നിന്നൊരു ഗോവേണി ഇറക്കി വെച്ചേക്കുക. യാക്കോബ് ഉറങ്ങുന്ന സ്ഥലത്തേക്ക് ഒരു ഗോവേണി ഇറക്കി വെച്ചേക്കുക. അയ്യോ, സ്വർഗത്തിൽ നിന്നൊരു ഗോവേണി ഇറക്കി വെച്ചേക്കുക. അർത്ഥം ഇത്രയേ ഉള്ളൂ, യാക്കോബേ, ഞാനും നീയുമായിട്ടുള്ള ദൂരം ഈ ഗോവേണിയുടെ അകലം മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, ഒരു ഗോവേണിയുടെ അകലത്തിൽ നിന്നുകൊണ്ട് യഹോവയായ ദൈവം അവനോട് സംസാരിക്കുക. നിന്റെ അപ്പൻ വിദൂരതയില്ല, നിന്റെ അമ്മ ദൂരെയാ. നിനക്ക് ആഹാരം ഉണ്ടാക്കി തന്ന അമ്മയുണ്ടല്ലോ, നിനക്ക് ഉപായം പറഞ്ഞു തന്ന അമ്മയുണ്ടല്ലോ, അങ്ങ് ദൂരെയാ. കൊല്ലാൻ വരുന്ന സഹോദരനുണ്ടല്ലോ, ദൂരെയാ. അനുഗ്രഹിച്ച അപ്പനുണ്ടല്ലോ, കിലോമീറ്റർ കണക്കിന് അകലെയാ. പക്ഷെ ഞാനും നീയുമായിട്ടുള്ള അകലം ഒരു ഗോവേണിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരും ദൂരെ നിൽക്കുമ്പോൾ, എല്ലാവരും മാറി നിൽക്കുമ്പോൾ നീയും നിന്റെ യേശു അപ്പനുമായുള്ള അടുപ്പം വളരെ ചെറുതാ. ഇന്നത്തെ ദൂതാണെങ്കിൽ ഒട്ടുമില്ല. കാര്യം നീ മാർവോട് ചാരിയിരിക്കുക. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരിക. നീ ചാരിയിരിക്കുമ്പോൾ നിന്റെ ശ്വാസത്തിന്റെ ശബ്ദം പോലും നാദം കേൾക്കുന്നുണ്ട്. ഭക്തനെ, നിന്റെ ആ ദീർഘശ്വാസം ഉണ്ടല്ലോ, ദീർഘശ്വാസം, അതുപോലും നീ മാർവോട് ചാർക്കുമ്പോൾ കേൾക്കുന്ന ഒരു പ്രിയൻ നിന്നോട് ചേർന്നിരിക്കുക. നിന്റെ ചുണ്ടനങ്ങുന്നതേ ഉള്ളൂ. ആലയത്തിൽ നിന്ന് ചുണ്ട് മാത്രം അനങ്ങുക. കേൾക്കുന്നൊരു സ്വർഗം. ഇന്ന് രാവിലെ നീ അലറിക്കരഞ്ഞൊന്നും പറഞ്ഞില്ലെങ്കിലും, നിന്റെ ചുണ്ടേ അനങ്ങുന്നുള്ളെങ്കിലും പ്രിയൻ കേട്ടോണ്ടിരിക്കുക. പ്രിയന്റെ മേൽ, മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരുന്ന ഇവൾ. ഇന്ന് രാത്രി കർത്താവ് വരും താമസിച്ചാൽ ഇവൾ ആരാ എന്നുള്ള കാര്യം
നമുക്ക് ചിന്തിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വീണ്ടും ദൈവസന്നിധിയിൽ വണക്കി കേട്ട വചനത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വീണ്ടും ആകാം. നമ്മുടെ മരുഭൂയാത്രയിൽ നമുക്ക് ചാരുവാനൊരു പ്രിയനുണ്ട്. ഹല്ലേലൂയ. മരുഭൂയാത്രയിൽ ദൈവം തുറക്കുന്ന വഴികളുണ്ട്. മരുഭൂമിയിൽ ദൈവം തുറക്കുന്ന ഉറവകളുണ്ട്. മാത്രമല്ല മരുഭൂമിയിൽ ജീവൻ്റെ മന്ന ദൈവം നമുക്ക് പൊഴിച്ചു തരുവാനിടയാകുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം തരുന്ന മരുഭൂസമാനമായ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും രോഗങ്ങളുടെയും അനുഭവങ്ങൾ നമ്മുടെ മധ്യയിലുണ്ടെങ്കിലും ആ ചൂടേറിയ അനുഭവത്തിൻ്റെ മധ്യയിൽ ഹല്ലേലൂയ നമുക്ക് ഉറവ തുറക്കുന്ന ഒരു ദൈവമാണ്, വഴി തുറക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. മാത്രമല്ല മന്ന പൊഴിച്ചു തരുന്ന ഒരു ദൈവമാണ്. മാത്രമല്ല ചാരുവാൻ നമുക്കൊരു പ്രിയൻ കൂടെയുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. ഓരോ പ്രതികൂല വേളകളിലും ഓരോ കഷ്ടതയുടെ നടുവിലും ഈ വ്യത്യസ്ത അനുഭവങ്ങൾ ദൈവം നമുക്ക് തന്ന് നമ്മെ നടത്തുന്ന ദൈവമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ നമ്മൾ ക്ഷീണിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തത്തിൻ പ്രകാരം നമ്മോട് കൂടെയുണ്ട്. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇന്ന് പകൽക്കാലം വേദനയോടെ ഭാരത്തോടെ ദൈവസന്നിധിയിൽ ദൈവമക്കളെ ആയിരിക്കുന്നുവെങ്കിൽ ആ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. പ്രൈസലോടി അഴലേറുന്ന മരുഭൂയാത്രയിൽ ആ കർത്താവിനിൽ ചാരിക്കൊണ്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ മാറോട് അണഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ പ്രിയന്റെ ആശ്വാസം തണുപ്പ് ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം പിന്നെയും എല്ലാവരുടെ മേലും കൃപ പകരട്ടെ. ആ കർത്താവിനെ മുറുകെ പിടിക്കാം, ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവം ഉപയോഗിച്ചല്ലോ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തിയല്ലോ. ഹല്ലേലൂയ സ്തോത്രം. പ്രശ്നങ്ങളുടെ മധ്യേ ഹല്ലേലൂയ ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ടെന്ന് ആ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുവല്ലോ. ഹല്ലേലൂയ. വചനങ്ങളെ നമുക്ക് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വൈകിട്ട് നടക്കുന്ന മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്യാം. ദീർഘ ഉപവാസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. ഭാഗികമായും ഉപവാസത്തിലായിരിക്കുന്നവരെ ഓർക്കാം, രോഗികളെ പ്രത്യേകിച്ച് പനിയാലൊക്കെ ഭാരപ്പെടുന്നവരെയും ഓർക്കാം. എല്ലാ നിലകളിലും ദൈവം നമ്മെ സമാധാനത്തോടെ ഇന്ന് പകൽക്കാലം പറഞ്ഞയക്കേണ്ടതിന് ദൈവകരങ്ങളിൽ നാം എല്ലാവരും താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജിജി സക്കറിയ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല രാവിലെ സമയത്തിനായി പകൽ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയം അങ്ങയുടെ സന്നിൽ കടന്നു വന്നപ്പോൾ അടികളോട് സംസാരിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവ്, പലപ്പോഴും ഞങ്ങൾ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദാഹിച്ചും വിശന്നും വലഞ്ഞും കർത്താവെ ഹല്ലേലൂയ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ കൊണ്ട് കർത്താവെ ഇല്ലാതെ ഭവനങ്ങളില്ലാതെ അലഞ്ഞ സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവെ ഞങ്ങളുടെ അലച്ചിൽ കണ്ട് ഞങ്ങളുടെ ഉഴൽച്ചകളെ എണ്ണി ഹല്ലേലൂയ പാർക്കാൻ തക്ക പട്ടണത്തിൽ കൊണ്ടെത്തിച്ച് ഹല്ലേലൂയ ഇതുവരെയും ഞങ്ങളെ നടത്തിയ കർത്താവിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളത് സ്വന്തമായി നേടിയെടുത്തതല്ല, ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടോ കർത്താവെ, ഞങ്ങളുടെ മിടുക്കുകൊണ്ടോ ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ പണം കൊണ്ടോ ഞങ്ങൾ നേടിയെടുത്തതല്ല കർത്താവെ. ഞങ്ങൾക്കൊരു പ്രിയനുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് കർത്താവ് ഞങ്ങളുടെ വഴിയിൽ തളരാതെ ഹല്ലേലൂയ സ്തോത്രം ഒരു മാർവ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ദുഃഖത്താലും ഭാരത്താലും ഉഴൽച്ചകളാലും ഭാരപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ മാറോട് ചേരുവാൻ, മാറോട് ചാരുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ അവസരത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. മരുഭൂമിയിൽ ഞങ്ങളെ തനിയെ വിടാതെ ഹല്ലേലൂയ ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്ന് ഹല്ലേലൂയ ആഴിയിൽ പാതയൊരുക്കുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ദൈവം, ആകാശത്തൂടെ പാതയൊരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞങ്ങളെ വഴിതെറ്റാതെ ഹല്ലേലൂയ ദൈവം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന കർത്താവിൻ്റെ പദ്ധതികൾക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട്
സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മരുഭൂമി ഞങ്ങൾക്ക് വേണ്ടി ഉറവകൾ തുറക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവ്. വെള്ളമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ എല്ലാ തുരുത്തികളും ശൂന്യമായി കിടന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എണ്ണ വറ്റിപ്പോയപ്പോൾ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഉറവകളെ ഞങ്ങൾക്ക് വേണ്ടി ഉറവകളെ തുറന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ ഭവനത്തിലെ ഉറവകൾ വറ്റിപ്പോകാതെ ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ ആരാധനയുടെ ഉറവകൾ വറ്റിപ്പോകാതെ ഹല്ലേലൂയ സ്തോത്രം, അത് കാത്തു സൂക്ഷിപ്പാൻ, അത് നിറച്ചു വെക്കുവാൻ കർത്താവ് നിങ്ങളോട് ഇന്ന് പകൽക്കാലം ഓർപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവവചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച എല്ലാ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവ്. വീണ്ടും രാത്രികാലം ഞങ്ങളുടെ ദാസനെ വീണ്ടും കരങ്ങളിൽ എടുക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ടി എം കോശിപാസനായി സ്തോത്രം, ജോവൻ പാസനായി സ്തോത്രം. ഇരുവരെയും ശാരീരികമായി ബലപ്പെടുത്തണമേ. ഉപവാസോടിരിക്കുന്ന എല്ലാ ജനത്തിൻ്റെയും ബലപ്പെടുത്തണമേ. ആരും ക്ഷീണിച്ചു പോകാൻ രോഗങ്ങൾ വരാതെ ദൈവം സൂക്ഷിക്കണമേ കർത്താവെ. ഉപവാസോടിരിക്കുന്ന വിഷയങ്ങളുമേ ദൈവം ആഴമായ വിടുതലുകൾ ദൈവം കൽപ്പിക്കണമേ. ദേശത്തൊരു വലിയ വിടുതൽ കർത്താവിന്റെ നാമം ഉയരുവാൻ കർത്താവ് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് കരമുയർത്തിയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കുറച്ചൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകിട്ട് കൃത്യം 6:45 തന്നെ എല്ലാവരും ആ ടൈമിന് തന്നെ വരണം. എല്ലാവരും കടന്നു വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ വൈകിട്ട് ശുശ്രൂഷയ്ക്കുണ്ടായിരിക്കും. ആമേൻ.